ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. മക്കളെ, നമുക്ക് ഭഗവാന്റെ ശ്രീരാമദേവനെയും നമുക്ക് സ്തുതിക്കാം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് ബാലകാന്ഡം ഇന്ന് നമുക്ക് രണ്ടാമത്തെ ദിവസമാണ്. നമുക്കിത് തുടങ്ങാം. എല്ലാവർക്കും എൻ്റെ വിനിതമായ പ്രണാമം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതിൻ്റെ ബാക്കി വായിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം, അതായി ഒന്നാം ദിവസം ഇന്നലെ വായിച്ചത്, മായയ പൊന്മാനായി വന്നൊരു മാരീചന് സായകം അമ്പ് പ്രയോഗിച്ച് സൽഗതിക്ക് കൊടുത്ത് മായാസീതയെ കൊണ്ട് രാവണൻ പോവുക, മായാസീതയെ കൊണ്ടുപോകുന്നത്. എന്നിട്ടോ നമ്മൾ എവിടെ വരെ വായിച്ചു? മായാമാനുഷൻ ജടായുസിന് മോക്ഷവും നൽകി, രാക്ഷസ വേഷം കൊണ്ട കബന്ധൻ തന്നെ കൊന്ന്, മോക്ഷവും കൊടുത്തു പോയി ശബരി തന്നെ പോയി കണ്ടു, അവരുടെ പൂജയൊക്കെ കൈക്കൊണ്ടത്, മോക്ഷദാനവും ചെയ്ത് പൊക്കിത് പമ്പാതീരം. നമുക്ക് അതിൻ്റെ ബാക്കി വായിക്കാം. തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടുകൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു, മിത്രമായിരിപ്പൂതെന്ന് അന്യോന്യം സഖ്യം ചെയ്തു, പുത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു. സീത അന്വേഷണം ചെയ്തു ദക്ഷിണ ജലധിയിൽ സേതുബന്ധനം, ലങ്കാമർദ്ദനം, പിന്നെ ശേഷം പുത്രമിത്ര അമാത്യ പ്രത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു. ലോകത്രയം ഭക്തനാം വിഭീഷണന് അഭിഷേകവും ചെയ്തു. പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ, സീത പറയുവാണ്. അങ്ങനെ അഗ്നിയിൽ മറഞ്ഞിരിക്കുക ഒറിജിനൽ സീത, മായാസീതയും കൊണ്ടാണ് രാവണൻ പോകുന്നത്. അപ്പോൾ പാവകൻ വെച്ചാൽ അഗ്നി, അതായത് അഗ്നിയിൽ മറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവന എന്നു ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി. അങ്ങനെ അഗ്നിദേവനടുത്ത് തിരിച്ചിങ്ങോട്ട് വാങ്ങി, അവിടെ മറഞ്ഞിരിക്കുമായിരുന്നു. ഇനി വാങ്ങിയിട്ട് ഇവിടെ പുഷ്പകം വിമാനം കയറി അയോധ്യ വരുന്ന കാര്യം പറയുമോ, പെട്ടെന്ന് ഇത്ര ഒറ്റയ്ക്ക് പറഞ്ഞ് തീർക്കുക. ഇനി ഒന്നേം തുടങ്ങും. പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവന എന്ന് വെച്ചാൽ നിഷ്കളങ്കമായ കുറ്റം ചെയ്യാത്ത കുട്ടി, അതാണ്. കാരണം അഗ്നിയിൽ മറിഞ്ഞിരിക്കല്ലോ, അപ്പോൾ കളങ്കമില്ല. പാവന എന്ന് ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോട് അഗ്നിയോട് വാങ്ങി, പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ട് അയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു. ദേവാദികളാൽ പൂജ്യനായിരുന്ന് അരുളിടിനാൻ ജഗന്നാഥൻ. ഇങ്ങനെ പെട്ടെന്നങ്ങ് എല്ലാ കഥയും ഒന്നും തീർത്തതാ. അങ്ങനെയാണ് അവസാനം യുദ്ധമെല്ലാം തീർന്ന് അഭിഷേകം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത്. യാജ്ഞനാം നാരായണൻ, അങ്ങനെയുള്ള യജിക്കുവാൻ യോഗ്യനാർക്ക, എല്ലാവരും ഭജിക്കാൻ എല്ലാവർക്കും യോഗ്യപ്പെട്ട പരമാത്മാവായ ശ്രീരാമൻ
യാജ്ഞനാം നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ആർക്കാണ് ഭക്തിയുള്ളവർക്ക് മോക്ഷം കൊടുക്കും. ഭഗവാൻ പരമാത്മാവ് ശ്രീരാമനാണ് അവിടെ അവതാരം എടുത്തതുകൊണ്ടാണ് പരമാത്മാവിനെയാണ് ഈ പറയുന്നത്. ഏവം ആദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു നൂനം. എല്ലാം ഇവിടെ കർമ്മം ചെയ്യുന്ന ഭൂമിയിൽ ഈ പ്രകൃതിയിൽ ചെയ്യുന്നല്ല ആരാ? അമ്മയാ. ആരാ ചെയ്യിപ്പിക്കുന്ന? പരമാത്മാവാണ്. രാമനാം ജഗൽ ഗുരു നിർഗുണൻ ജഗത് അഭിരാമൻ അവ്യയൻ ഏകൻ ആനന്ദാത്മകൻ ആത്മാരാമൻ അദ്വയൻ പരൻ നിഷ്കളൻ വിദ്വൽ ഭൃംഗാരാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല. ഇങ്ങനെയുള്ള പരമാത്മാവിന് ഗമിക്കുകയും വേണ്ട, ഇരിക്കുകയും വേണ്ട, കിഞ്ചിൽ കൊട്ടും ഭ്രമിക്കുകയും വേണ്ട, ദുഃഖവുമില്ല. പരമാത്മാവിന് എന്ത് ദുഃഖം? ജനനമരണമില്ലാത്ത ആദിനാഥനല്ലേ. അതുകൊണ്ട് ഇതിങ്ങനെയുള്ള ഇതൊന്നും ഇല്ലാത്തൊരു ഏക പരബ്രഹ്മ വസ്തുവാണ്. നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചെയ്യുകയില്ല ഒരു നാളും. ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ചെയ്യുന്നതെല്ലാം അമ്മയാണ്, പ്രകൃതിയാണ്. എന്നാ ഭഗവാന്റെ സാന്നിധ്യത്തോട് എല്ലാത്തിനും നിറഞ്ഞിരിപ്പുണ്ട് ചൈതന്യമായി. നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്ന് തോന്നിക്കുന്നു. കർമ്മങ്ങളെല്ലാം ഇവിടെ നമ്മളെല്ലാം സൃഷ്ടിങ്ങനെ വളർത്തി പോറ്റുന്ന ഈ പ്രകൃതി മഹാമായ അമ്മ ചെയ്യുന്നു. പക്ഷേ ഇത് ചെയ്യുന്നത് താനെന്ന്, കാരണം പരമാത്മാവാണെന്ന് നമുക്ക് തോന്നിക്കുക, അറിവില്ലായ്മ കൊണ്ട് തോന്നിക്കുന്നു. എന്നാൽ ഇതൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകും സർവ്വ അമ്മ തന്നെ ചെയ്യുന്നു. പക്ഷേ പരമാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. തൻ മായാഗുണങ്ങളെ താൻ അനുസരിക്കയാൽ. എന്തുകൊണ്ടാ? ഈ മായാഗുണങ്ങളെ താൻ അനുസരിക്കുന്നത് കൊണ്ട്. അഞ്ജനാതനയനോടിങ്ങനെ സീതാദേവി, ഇതെല്ലാം ഹനുമാന് ഭഗവാൻ പറഞ്ഞു, സീതയെടുത്ത് പറഞ്ഞു, നീ കാണുന്നില്ലേ ഹനുമാനെ, നമ്മൾ രണ്ടിലും ഒരു ഭേദവുമില്ല, എല്ലാം തുല്യമായി കാണുന്നു. ഭഗവാനെയും സീതയും ഒരുപോലെ സ്നേഹിക്കുന്നു ഭക്തി. അതുകൊണ്ട് തത്വം ഇപ്പോൾ ഉപദേശിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതാണല്ലോ. ഉപദേശം കൊടുക്കാൻ അവൻ യോഗ്യനാണ്, അത്ര പരമശുദ്ധനാണ്. ഇപ്പം ഉപദേശിക്കുന്ന വേറെ ആരും മുമ്പനാണ്. എല്ലാ ബ്രഹ്മചാരികളിൽ ഇവനാണ് മുൻപൻ ഹനുമാൻ. അതുകൊണ്ട് തത്വങ്ങളെല്ലാം ഉപദേശിച്ച് കൊടുക്കൂ എന്ന് പറഞ്ഞതനുസരിച്ചാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന സീത. അഞ്ജന തനജ ഹനുമാൻ. ഇതിങ്ങനെ എല്ലാ കാര്യങ്ങളും അതിന് ഇന്നലെ നമ്മളെന്താ വായിച്ചത്? ഭഗവാന്റെ മഹിമയായിരുന്നു ശ്രീരാമൻ്റെ. അതിനുശേഷം ഇനി എൻ്റെ തത്വം പറയാം എന്ന് നമ്മൾ സീത പറഞ്ഞുകൊണ്ട് വന്ന് നമ്മൾ കുറച്ച് വായിക്കത്തേ ഉള്ളൂ. എല്ലാം കൂടുതൽ വായിക്കാൻ പറ്റില്ല മക്കളെ, ക്ഷീണമുണ്ട് എനിക്ക്. 4 വർഷം കൊണ്ട് ഒറ്റ ദിവസം പോലും മുടങ്ങാതെ ഇങ്ങനെ ചെയ്യുമല്ലയോ. എന്നാൽ ഇത് മതിയാക്കാന്നൊക്കെ വിചാരിച്ച് മനസ്സെല്ലാം അങ്ങ് ഒടുങ്ങി. എന്നിട്ട് കുറച്ച് മക്കൾ എന്നെ ഇങ്ങനെ വിളിച്ച് പറയും, അമ്മേ അപ്പോൾ ഇത് എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന പിള്ളേർക്ക് പറയുമ്പോൾ ഞാൻ എങ്ങനെ കൊടുക്കാതിരിക്കും? എൻ്റെ കഞ്ഞി അവർക്ക് ഇഷ്ടമാണ്, അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം ചോദിക്കുമ്പോൾ കൊടുക്കാതിരുന്ന അത് കഷ്ടമല്ലേ. അതുകൊണ്ട് ഭഗവാൻ ഈ അമ്മ മഹാമായ സീത പറയുന്നു അഞ്ജനാ തനയനോട് ഈ കാര്യങ്ങളൊക്കെ. ആരാ? ഹനുമാനോട്. അഞ്ജനാ തനയനോട് ഇങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വം ഉപദേശിച്ച ശേഷം അഞ്ജസാ രാമദേവൻ മന്ദഹാസവം ചെയ്തു മഞ്ചുള്ള വാച പുനരവനോട് അരുൾ ചെയ്തു. എന്താ ഭഗവാൻ ഇങ്ങനെ പറയുന്നേ? പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറിയടോ. പരമാത്മാവാകുന്ന ബിംബത്തിൻ, ഇവിടെ ഇതെല്ലാം പരമാത്മാവിൻ്റെ ഒരേ ഒരു ബ്രഹ്മത്തിൻ്റെ ആ ബ്രഹ്മം ഇവിടെ നമ്മൾ കാണുന്നല്ല, അതിൻ്റെ പ്രതിരൂപങ്ങളാണ് നമ്മളെല്ലാവരും പ്രകൃതിയിൽ. അതാണ് പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ. ഇവിടെ ഈ ലോകം എല്ലാത്തിലും എല്ലാ ജീവജാലങ്ങളും അത് ആ പരമാത്മാവിൻ്റെ പ്രതിരൂപങ്ങളാണ്. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറിയടോ. നമ്മളെല്ലാവരും എൻ്റെ അംശ ജീവാത്മാവെന്ന് പറയും. പരമാത്മാവിൻ്റെ കുറേശ്ശെ അംശമേ നമുക്കുള്ളൂ. ഒരേ ഒരു വസ്തുവെന്ന് നമ്മുടെ ഉള്ളത്തിൽ ഒരു ബലൂണിനകത്ത് വായു ലോകം മൊത്തം നിറഞ്ഞിരിക്കുക. അത് ഒരു ബലൂൺ വീർപ്പിക്കുമ്പോൾ അതിനകത്ത് എത്ര കാറ്റ് കയറും, അതുപോലെ ഇത് ചിന്തിച്ചാൽ മതി. തേജോരൂപിണിയാകും എന്നുടെ മായതങ്കൽ വ്യാജമെന്നേ നിഴലിക്കുന്നു കപിവര. കപിവര ഹനുമാൻ.
ഓരോരോ ജലാശയേ കേവല മഹാകാശം നേരെ നീ കാൺമീലയോ. കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. ഈ ജലാശയങ്ങളിലെല്ലാം നമുക്ക് എന്താണ് മഹാകാശം, നദിയിലൊക്കെ ചെന്ന് നോക്കുമ്പോൾ ആകാശം തെളിഞ്ഞ് കാണും. നദി തെളിഞ്ഞടക്കുമ്പോൾ നദി നോക്കുമ്പം വെള്ളത്തിലോട്ട് നോക്കുമ്പോൾ ആകാശം കാണുന്നത് പോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമത് സഖേ. അപ്പോൾ ആ നിശ്ചലമായിരുന്ന ആ ബിംബം തന്നെയാണ് നമ്മളിലെല്ലാം പ്രതിഫലിക്കുന്നത്. സാക്ഷിയായുള്ള ബിംബം നിശ്ചലമത് സഖേ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കേട്ടു മമാ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യ കാരുണ്യത്താൽ. തത്വമസ്യാദി മഹാവാക്യങ്ങളാ ഇതൊക്കെ. ഇത് അറിയണമെങ്കിൽ എന്ത് വേണം കൊണ്ട് മമ എൻ്റെ തത്വത്തെ, ഈ അമ്മയുടെയും അതായത് സീതാദേവി ആരാണ്, പ്രകൃതി എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ തത്വത്തെ ഇത് അറിയാൻ എന്ത് വേണം? ആചാര്യ കാരുണ്യത്താൽ, ഒരു ഗുരുവിൻ്റെ കാരുണ്യം വേണം ഇതൊക്കെ മനസ്സിലാക്കി തരണമെങ്കിൽ. ഇവിടെ ഇന്ന് ഒന്നുകിൽ ഇത് നമ്മൾ തന്നെയേ ഇത് വായിക്കുമ്പോൾ പരമാത്മാവ് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും, അതല്ലെങ്കിൽ ഒരു ഗുരു നമുക്ക് വേണം. വെറുതെ വായിച്ച് മനസ്സിലാവാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അമ്മ പറഞ്ഞു, ദേവി പറയുന്നു, ഇത് തത്വമസ്യാദി മഹാവാക്യങ്ങളാണ്. ഇത് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? ഇതിൻ്റെ രഹസ്യങ്ങൾ, ഗൂഢമായ ആന്തരികമായ അർത്ഥം എടുക്കണമെങ്കിൽ അത് അനുഭവജ്ഞാനം ഉള്ളവർക്കല്ലേ പറ്റൂ. അതുകൊണ്ട് മമ തത്വത്തെ, എൻ്റെ ഈ തത്വത്തെ മനസ്സിലാക്കാൻ ആചാര്യൻ്റെ, ഒരു ഗുരുവിൻ്റെ കാരുണ്യം കൂടെ നമുക്ക് വേണം. മൽഭക്തനായുള്ളവൻ ഇപ്പദം അറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. എൻ്റെ ഭക്തനായുള്ളവൻ ഈ കാര്യങ്ങൾ, ഈ പദം, ഈ വാക്ക്, ഈ മഹാവാക്യം അറിയുമ്പോൾ എന്ത് വരും? ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, അനുഭവിച്ചറിഞ്ഞാൽ, അറിയാച്ചത് വായിച്ച് അക്ഷരം മനസ്സിലാക്കുമല്ല, ഇതെന്താ ഇതിൽ പറയുന്നത്, അത് നമ്മൾ അനുഭവിച്ച് വരുമ്പോൾ മൽഭാവം നമുക്കുണ്ടാവും. പരമാത്മാ ചൈതന്യം നമ്മളിലേക്ക് വരും. നമ്മൾ അഹം ബ്രഹ്മാസ്മിയായി മാറും. അതുകൊണ്ട് മൽ ഭാവം പ്രാപിച്ചിടും ഒരു സംശയവുമില്ല. നമ്മൾ അതായിത്തീരലാണ്. ആ പരബ്രഹ്മം നമ്മളിലേക്ക്, ആ നമുക്ക് ജീവാത്മാവേ ഇപ്പോൾ ഉള്ളു. ഈ തത്വമസാദി മഹാവാക്യം നമ്മൾ മനസ്സിലാക്കി അതായിത്തീരുമ്പോൾ, അനുഭവിച്ച് അത് അനുഭവയുക്തമാകുമ്പോൾ നമ്മൾ അതായിത്തീരുകയാണ്. അപ്പോഴാണ് അഹം ബ്രഹ്മാസ്മി. നാം എല്ലാവരും അങ്ങനെ ആകണം. അല്ലെങ്കിൽ ഇന്ന് ഭഗവാൻ പറയുന്നത് എന്താണ്? ഭഗവത്ഗീതയിൽ കൃഷ്ണൻ 1000 ഒന്നേ ഉള്ളെന്ന. ബാക്കി എല്ലാവരും ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടിയാണ് ഭക്തി എടുക്കുന്നത്. ഒന്നുകിൽ രോഗം മാറാൻ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് മാത്രമാണ് ഭക്തിയായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക ചെയ്യും. പക്ഷേ ആവശ്യങ്ങൾക്കാണ്, ഈ ലോക വിഷയങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ ഇതിൽ ഏതെങ്കിലും ഈ 1000 പേര്, ഒരു 1000 പേര് കൂടുന്നതിൽ ഒന്നേ കാണൂ. അല്ലാതെ ഈ വാക്യം മനസ്സിലാക്കാൻ, അതായിത്തീരാൻ, ആ അഹം ബ്രഹ്മാസ്മിയായി മാറാൻ, അങ്ങനെ മാറിയവരൊക്കെയാണ് ഗുരുദേവൻ, നാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും, അങ്ങനെ ശങ്കരാചാര്യരും വിവേകാനന്ദ, എല്ലാവരും അങ്ങനെ മാറിയവരാണ്, അഹം ബ്രഹ്മാസ്മിയായി മാറിയവരാണ്. നമുക്ക് അങ്ങനെ ആകാം, പക്ഷേ നമ്മൾ ശ്രമിക്കണം. ഇതൊക്കെ ഒത്തിരി പാടാണെന്ന്. അതുകൊണ്ട് മൽഭക്തനായുള്ള ഈ പദം, ഈ മഹാവാക്യങ്ങളിൽ ഉൾക്കൊണ്ട് മനസ്സിലാക്കുമ്പോൾ മൽഭാവം ഭഗവാന്റെ ഭാവമായി മാറും നമ്മൾ. മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും, ഒരു സംശയവും വേണ്ടതിന്. മൽഭക്ത വിമുഖന്മാർ, അതില്ലാത്തവരോ, ഭക്തി ഇല്ലാത്തവരോ, ഈ ലോക ജീവിതത്തിൽ നടക്കുന്നവർ, അതുകൊണ്ട് മൽഭക്തി വിമുഖന്മാർ, അങ്ങനെ അല്ലാത്തവർ ശാസ്ത്രഗർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ട് ചാടി വീണ് മോഹിച്ചിടുന്നു. അവരുടേതായ ഒരു രീതിയുണ്ട്. ഈശ്വരനെ അറിയാതെ എന്താണ് ശാസ്ത്രഗർത്തങ്ങൾ എന്ന് വെച്ചാൽ ഈ ലോകത്ത് അത്ര അഗാധമായ അജ്ഞാനങ്ങൾ കൊണ്ട് നിറഞ്ഞത് ചാടി വീണു കരകയറാൻ പറ്റത്തില്ല. ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. അതുകൊണ്ട് ഭക്തി ഇല്ലാത്തവർക്ക് 100,000 ജന്മം ജനിച്ചും മരിച്ചും വന്നാലും ഒരു കാരണവശാലും തത്വജ്ഞാനവും കൈവല്യവും സിദ്ധിക്കയില്ല. പരമാത്മാവാ മമ ഹൃദയം രഹസ്യം, ഇതൊരു നാളും തൽഭക്തിഹീനന്മാരായി മേവിടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ. പരമ ഉപദേശമില്ല ഇതിൽ മീതെ ഒന്നും. ഇത്രയും വലിയ കാര്യമാണ്, ഇതിൽ മീതെ ഒരു ഉപദേശവുമില്ല. എന്നാൽ ഇത് ആരെ അറിയിക്കരുത്? ഭക്തിഹീനരായിട്ടുള്ളത്. പരമാത്മാവാം മമ ഹൃദയം രഹസ്യം, പരമാത്മാവായിരുന്ന ഈ ജഗദീശ്വരൻ്റെയും ഈ ദേവിയുടെയും മമ ഹൃദയം, അവരുടെ എന്താണ് ഉള്ളത്, ഇതൊക്കെ ഏതാന്നുള്ളത് രഹസ്യമായിരിക്കണം. ആർക്കും വെറുതെ വാരി കൊടുക്കേണ്ടുന്ന ഒന്നല്ല ഇത്. ആർക്കാണ് ആർത്തി പിടിച്ചിരിക്കുന്ന അവർക്ക് ഹനുമാൻ കൊടുത്തതുപോലെ. സീതടുത്ത് പറഞ്ഞു, വല്ലഭേ സുന്ദരി, നീ ഹനുമാനെ നീ കണ്ടില്ലേ? അവൻ്റെ ഭക്തി
ഇപ്പൊ ഇവൻ പാത്രമാണ്, നീ കൊടുക്കൂ, നിന്നിലുള്ള എല്ലാ മനോരഥങ്ങളെല്ലാം അറിയിക്കൂ. അങ്ങനെ നമുക്ക് ആർത്തി ഉണ്ടെങ്കിലേ കൊടുക്കാവുള്ളെന്നാണ്. അപ്പോൾ പരമാത്മാവാം മമ ഹൃദയം രഹസ്യം ഇത് ഒരു നാളും ഭക്തിഹീനന്മാർക്ക്, ഭഗവാനിൽ ഭക്തി ഇല്ലാത്തവർക്ക് ഒരു നാളും, നരന്മാർ അങ്ങനെയുള്ള മനുഷ്യർക്ക് ഇത് പറഞ്ഞു കൊടുക്കരുതേ. പരമ ഉപദേശമില്ല ഇതിന്മീതെ ഒന്നും, ഒരു ഉപദേശത്തിൻ്റെ മീതെ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഒരുപാട് ശാസ്ത്രങ്ങളോ വേദാന്തങ്ങളൊക്കെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. അത് പഠിച്ചില്ലെങ്കിലും ഭഗവാൻ ഭക്തി കൊണ്ട് ഈ രഹസ്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ നമുക്കും ആ പരമപദം പ്രാപിക്കാം. ശ്രീ മഹാദേവൻ മഹാദേവിയോട് അരുൾ ചെയ്തു, രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാ ശ്രീരാമ പ്രോക്തം വായുപുത്രനായിക്കൊണ്ട് മോഷതം പാപഹരം ഹൃദ്യം ആനന്ദോദയം സർവവേദാന്ത സാര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോട് ഉപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ട് അനാരതം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരും, ഒരു സംശയമില്ല നാഥേ. ഇത്രയും ഹനുമാൻ കൊടുത്ത ഈ കാര്യങ്ങളെല്ലാം ഭക്തി പൂണ്ട് അനാരതം, ആരാണിത് പഠിക്കുന്ന? ഒരു പുരുഷനോ ഒരു സ്ത്രീയോ? ഇവിടെ പുരുഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും അതിലടങ്ങും. പ്രത്യേക സ്ത്രീകൾ ഇല്ലയെന്ന് പറയണ്ട, നമുക്ക് എല്ലാവർക്കും കൂടെ തന്നെ പുരുഷാന്ന് പറയാം. അപ്പോൾ ഇതാരാണ് ഈ കൊടുത്ത തത്വത്തിൻ്റെ ഇതെല്ലാം നമ്മൾ ആര് പഠിച്ചാലും, ഒരു പുരുഷനോ സ്ത്രീയോ, അത് എന്നാൽ എന്താ, മുക്തനായി വരും, ഒരു സംശയമില്ല ദേവി. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവ എന്നാകിലും ഒക്കവേ നശിച്ചു പോവും എന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടെന്നതു സത്യമല്ലോ. അങ്ങനെ ബ്രഹ്മഹത്യാദി പാപങ്ങൾ, അങ്ങനെ ദുരിതങ്ങളും പലവിധത്തിലുള്ള എല്ലാ വിഷമങ്ങളും ഒക്കെ തീരും, എല്ലാം നശിച്ചു പോകും. എന്താ ഇത് നമ്മൾ ഈ രീതിയിൽ ജന്മങ്ങൾ തോറും ആർജിച്ചുള്ള എല്ലാ ദോഷങ്ങളും മാറും. ഈ സത്യം നമ്മൾ മനസ്സിലാക്കി ഇതിനെ നമ്മൾ അതായിത്തീരുമ്പോൾ മർക്കടപ്രവരനോട് എന്നത് സത്യമല്ലോ. ഈ മർക്കടപ്രവരൻ വെച്ചാൽ ഈ ഹനുമാനോട് ഈ പറഞ്ഞൊക്കെ സത്യമാണ്. ഇത് ആരാണ് ഇതുപോലെ ഒരു പുമാൻ, നമ്മൾ ആരായാലും ഇതുപോലെ നമ്മൾ ചെയ്താൽ ഹനുമാനെ പോലെ ഭക്തിയും ഈ വേദാന്തങ്ങളെല്ലാം കേട്ടും അതങ്ങനായി തീരുമ്പോൾ ആർക്കും ആ പദം എത്തും, നമ്മൾ അതായിത്തീരും. അത് എല്ലാ ദോഷങ്ങളും, എത്ര ജന്മങ്ങൾ കൊണ്ട് വന്ന ദോഷങ്ങളെ പാപങ്ങളുണ്ടോ അതൊക്കെ തനിയെ മാറിക്കൊള്ളും. ജാതി നിന്ദിതൻ പരസ്ത്രീ ധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി സുവർണസ്തേയി ദുഷ്ടൻ ലോക നിന്ദിതൻ ഏറ്റമെങ്കിലും അവൻ ഭക്തിയാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരും. അത്ര അല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. ഇങ്ങനെയുള്ള ഘാതകന്മാര് ജാതി നിന്ദിച്ചിടും, പരസ്ത്രീയെ ധനത്തെ മോഹിക്കുക, ദുഷ്ടനായിട്ട് ലോകത്തിൽ നിന്ദിക്കുക, രാമനാമത്തെ ഇങ്ങനെയുള്ള ദുഷ്ടന്മാരായവരെല്ലാം ഭക്തിപൂർവ്വം ഭഗവാന്റെ ശ്രീരാമദേവന്റെ നാമം സങ്കീർത്തനങ്ങൾ ചൊല്ലിയാൽ രാമനാമത്തെ ജപിച്ചിടൽ ദേവകളാൽ ആമോദപൂർവ്വം പൂജ്യനായി വരും. എത്ര പാപം ചെയ്തവരായാലും രാമനാമം ജപിച്ചാൽ ദേവകളാൽ പൂജ്യനായി വരും. അതും അത്ര അല്ല, യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ, ലഭ്യമല്ലാത്ത, യോഗേന്ദ്രന്മാർക്ക് പോലും ലഭിക്കാത്ത, അലഭ്യമായ, ലഭിക്കാത്ത വിഷ്ണുലോകത്തെ പോലും നമുക്ക് പ്രാപിക്കാൻ പറ്റും, ഒരു സംശയവുമില്ല എന്നാണ് ഭഗവാൻ അമ്മ ദേവി പറയാ. ഇത് പിന്നെ പാർവതിദേവിക്ക് ഈ ശ്രീരാമ തത്വം കേൾക്കണമെന്ന് പറയുമ്പോൾ ഇതുപോലെ ആർക്ക് കൊടുക്കുക? പരമേശ്വരൻ പാർവതിദേവിക്ക് കൊടുക്കുക. ശ്രീരാമദേവനെയും പിന്നെ സീതാദേവിയുടെയും ഈ മഹത്വങ്ങൾ ഹനുമാന് 3 പേരുടെയും സംവാദമാണ്. അതായത് ശ്രീരാമനും പിന്നെ സീതയും ഹനുമാനും മരുത്സൂന് അത് വായുപുത്രൻ, ഇവരുടെ സംവാദം ഇതുപോലെ ആർക്ക് കൊടുക്കുന്നത്? ദേവിക്ക്, പാർവതിദേവിക്ക് പരമശിവൻ കൊടുക്കുവാണ്. ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതു കേട്ടു തിങ്ങിടും ഭക്തിപൂർവ്വം അരുൾ ചെയ്തു ദേവി. ഇത്രയെല്ലാം കേട്ടപ്പോൾ പാർവതിദേവിക്ക് എത്രമാത്രം ഭക്തി കൂടി. ഇങ്ങനെ മഹാദേവൻ ശ്രീ പരമേശ്വരൻ ചെയ്തത്, അരുൾ പറഞ്ഞത് കേട്ടപ്പോൾ തിങ്ങി. എന്താണ് അത്രയും ഭക്തി തിങ്ങുമ്പോൾ ഉള്ള അവസ്ഥ ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ അവർക്കറിയാം. ഭക്തി തിങ്ങി വരുമ്പോൾ നമ്മുടെ ഹൃദയം എന്താ പറയുക, അകത്തങ്ങനെ തൃങ്ങി നിറഞ്ഞ് കവിഞ്ഞൊരാനന്ദ നിർവൃതിയാ. അങ്ങനെ ഭക്തിപൂർവ്വം അരുൾ ചെയ്തിട്ട് ദേവി പറയും, മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാ കാമുക പരമേശ്വര ദയാനിധേ
പന്നക വിഭൂഷണ ഞാൻ അനുഗൃഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ഇത്രയും കേട്ടപ്പോൾ അവർക്ക് സമാധാനവും എന്താ പറയാ അനുഗ്രഹം, പിന്നെയോ ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥമായി വന്ന് ചിഹ്നമായി വന്നു മമ സന്ദേഹം എല്ലാം. ഇപ്പോൾ എൻ്റെ മനസ്സിലെ സംശയങ്ങളെല്ലാം മാറി ചിഹ്നമായി. സംശയമായിരുന്നു. പരമേശ്വരനോട് ചോദിച്ചു, ഭക്തന്മാർക്കെല്ലാം ഉപദേശം കൊടുക്കുന്നു ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, എനിക്കും അതിന് പാത്രമെങ്കിൽ ഞാൻ യോഗ്യയാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരൂ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഇപ്പം എന്ത് പറയുന്നു ദേവി, ഞാൻ ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നു, ചിഹ്നമായി വന്നു, എൻ്റെ സംശയങ്ങളെല്ലാം ഇപ്പോൾ മാറി. ചിഹ്നമായി വെച്ചാൽ എല്ലാം സംശയങ്ങളൊക്കെ മാറി. ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായതോ മോഹമൊക്കെ നിന്നനുഗ്രഹാൽ. അതായത് എൻ്റെ സംശയങ്ങളെല്ലാം ഇല്ലാതായി. ഇപ്പോൾ എനിക്ക് എൻ്റെ മോഹം, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നശിച്ചു പോയി. അതാണ് സന്നമായി. നമുക്കങ്ങനെയാ, ഭഗവാനെ നമുക്ക് പ്രാപ്തമാകുമ്പോൾ നമ്മുടെ ഈ ലോക ജീവിതത്തിലെ ആഗ്രഹങ്ങളെല്ലാം തനിയേ മാറിക്കൊള്ളും. ഇപ്പോൾ എനിക്ക് തന്നെ ഇന്ന് എനിക്ക് ഭഗവാന്റെ ഇത് ഇടുമ്പോൾ ഒരു പ്രത്യേക എല്ലാത്തിൽ നിന്നും ഞാൻ വിരമിച്ച് ഇതൊക്കെ നിർത്തണം എന്നുള്ള മനസ്സ് ഇപ്പോൾ ഒന്നിലേക്കും വ്യാപരിക്കുന്നില്ല. എല്ലാത്തിൽ നിന്നും ഈ ലോകത്തിലെ യാതൊന്നും ഇല്ലായിരുന്നു, ഇതെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും അങ്ങോട്ട് നിർത്തലാണ്. അങ്ങനെ ആ മനസ്സ് വരുന്നത്. ഇനി എന്താണോ എന്തോ അറിയാൻ വയ്യ, എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ, ഇപ്പോഴേ നിർത്തുവാണോ ഒന്നും അറിയാൻ വയ്യ. വന്ന് പോകുമ്പോൾ അറിയാം എന്താണെന്ന്. പക്ഷെ ഇപ്പം എനിക്കിത് ചെയ്യുമ്പം അപ്പോൾ നമ്മളെ കൊണ്ട് ഇത് ഇനി കൊടുക്കാമെന്ന് ഏറ്റതെന്താ, ഇന്നിപ്പം കൊടുക്കും, നാളെ ജീവിതശരീരം കൊടുക്കുക, അത്രയേ ഉള്ളൂ. എന്നാലും അതൊരു സന്തോഷമുണ്ട്. ഇതൊക്കെ മതിയാക്കാൻ മനസ്സ് ഒന്നിലിട്ടും പോവാതിരുന്നതായിരുന്നു. അതുകൊണ്ട് നിർമ്മലം രാമതത്വ അമൃതമാൻ രസായനം തൊന്മുഖോൽഗള ആവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികെന്നുള്ളതില്ലയല്ലോ. അപ്പോൾ എന്താണ് പരീക്ഷിത് മഹാരാജ് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഉദ്ധവർ പറയുന്നത് പോലെ, അല്ലെങ്കിൽ അർജുനൻ പറയുന്നത് പോലെ നിർമ്മലം രാമതത്വ അമൃതമാം രസായനം. ഇത് വല്ലാത്തൊരു രസായനമാണ്. നമ്മൾ കരിങ്കുരങ്ങ രസായനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇതുപോലെ ഇതൊരു അമൃതമാണ് ഈ രസായനം. ഇത് രാമതത്വാമൃതമാണ്. ഭഗവാന്റെ പരമാത്മാവായ ജഗദീശ്വരൻ ശ്രീരാമദേവന്റെ തത്വത്തെപ്പറ്റി അത് അമൃതമാണ്. ആ അമൃതം കൊണ്ട് ചെന്ന് ആ രസായനം അതങ്ങോട്ട് കുടിച്ചിറക്കുമ്പോൾ എന്ത് വരുന്നു, തൊന്മുഖോൽ ഗളിത ആവോളം എത്രത്തോളം അത് കഴിച്ചിട്ടും പാനം ചെയ്തിട്ടും എനിക്ക് മതി വരുന്നില്ല, എന്നുള്ളിൽ ഒരു തൃപ്തി വരുന്നില്ല, എനിക്ക് ഇനി കേൾക്കണം എന്നാണ് ദേവി പറയുന്നത്. അപ്പം നമ്മുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്കിങ്ങനെ വല്ലതും ഉണ്ടോ? ദേവി അതായത് പാർവതി ദേവി എത്രമാത്രം പരാശക്തിയുടെ അവതാരമല്ലേ. ഇത് കേട്ടിട്ടും പോലും മുഴുക്കുന്നില്ലെന്നാ പറയുന്നത് ദേവി പറയുന്നത്. അപ്പോൾ നമുക്ക് ഇച്ചിരിയെങ്കിലും ഉണ്ടോ ഞാൻ ചോദിക്കുക. എന്നുള്ളിൽ തൃപ്തി വരികെന്നുള്ളതില്ലല്ലോ, എനിക്ക് തൃപ്തി വരുന്നില്ല ഭഗവാനെ. നിർണയം അതുമൂലം ഒന്നുണ്ട് ചൊല്ലുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ ഒന്ന് ചോദിക്കുന്നു, പറയുന്നു, സംക്ഷേപിച്ച് അരുൾ ചെയ്തേതുമേ മതിയല്ല. സാക്ഷാൽ ശ്രീനാരായണൻ തൻ മഹാത്മ്യങ്ങളെല്ലാം കിംഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലല്ലോ. അതായത് ഇവിടെ നിമിഷങ്ങൾക്ക് വില കൽപ്പിക്കാത്തവർ നമുക്ക് സമയം പോകുന്നതിന് യാതൊരു വില കൽപ്പിക്കത്തില്ല. എത്ര സമയം പോയാലും വെറുതെ ഇരിക്കും. അയ്യോ നമുക്ക് നേരം വെളുത്താൽ പെട്ടെന്ന് അങ്ങ് സമയം പെട്ടെന്ന് തീർക്കണം ജോലികൾ എന്നുള്ള ചിന്തയോ, ഇല്ലെങ്കിൽ ഇതൊക്കെ ധ്യാനിക്കണമെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ പഠിക്കണമെന്നോ ഇതൊന്നും ചിന്തയില്ല. അങ്ങനെ ഉള്ളവർക്ക് എന്താ, നിമിഷങ്ങൾക്ക് സമയം പോകുന്നതിന് ഒരു നിമിഷത്തിന് വിലയുണ്ട്. അത് ഈ കിംഷണന്മാർക്ക് വിദ്യ ഉണ്ടാകയില്ല. ഇങ്ങനെ സമയം പോകുന്നതിന് യാതൊരു മടിയില്ല. അവർക്ക് ഇതൊന്നും പഠിക്കണമെന്നുമില്ല. ഇങ്ങനെ നേരം വെളുത്താ ഇല്ല, മൃഗങ്ങളെ കൂട്ടങ്ങനെ ഇരുന്നങ്ങ് സമയം പോക്കും. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും വിദ്യ കിട്ടത്തില്ലെന്നാണ് ഇത് പറയുന്നത്. അത് കിംഷണന്മാർക്ക് വിദ്യ ഉണ്ടാകയില്ല എന്ന് വെച്ചാൽ നിമിഷങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല. കിങ്കണന്മാർക്കോ, അതായത് കണങ്ങളുടെ ഞാൻ എപ്പോഴും വേദം തുള്ളി കൊണ്ട് തുടച്ചെങ്കിലേ നമുക്ക് തുടം കൊണ്ട് തേവാൻ പറ്റും. അത്രയ്ക്ക് നമ്മൾ ചിലവാക്കി നശിപ്പിച്ച് കളയാതെ ആവശ്യങ്ങളെല്ലാം നന്നായി പോകണം. എന്നാൽ വെറുതെ കളയരുത്. അത് നമ്മൾ തുടച്ചെടുത്തെങ്കിലേ അത്രത്തോളം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് കണങ്ങളുടെ, അതായത് തുള്ളികളുടെ വില അറിയാത്തവർ. ഒരു തുള്ളി എന്ന് പറഞ്ഞാൽ ഒരു തുള്ളിയല്ലേ പോട്ടെ. നമ്മൾക്കിപ്പം വെളിച്ചെണ്ണ തന്നെ ഇതിൽ നിന്നെടുത്ത് ഒരു കുപ്പിയിലോട്ട് ഒഴിക്കും. നമ്മൾ അത്രയ്ക്ക് സൂക്ഷിക്കണം. ഒരു തുള്ളി പോലും വെളിയിൽ കളയാതെ ഒരു പാത്രത്തിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് കവറിൽ നിന്ന് പൊട്ടിച്ച് കുപ്പിയിൽ ഒഴിക്കണമെന്നുണ്ടാൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഈ 1 കിലോ കവർ എടുത്ത് ഒഴിക്കാനൊക്കത്തില്ല. ഇത് ഇപ്പോൾ ഒരു തുള്ളി വെള്ളമായാലും നമുക്ക് അതിന് ആവശ്യത്തിനെല്ലാം വേണം.
ഒരു തുള്ളി പോലും കളഞ്ഞുകൂടാനുള്ള മനസ്സുണ്ടാവണം. അതുകൊണ്ട് വെള്ളം ഒരു തുള്ളി കളയരുതെന്നല്ല, അത് നമുക്ക് പ്രയാസം ഉണ്ടാക്കണം. വെള്ളം ഒരുപാട് നമ്മൾ കളയേണ്ടി വരും. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഓരോ പാചകങ്ങൾ ചെയ്യുമ്പോൾ എങ്കിൽ നമ്മൾ മനസ്സിനെന്താണ് ആവശ്യത്തിന് ചെയ്യുന്നതാണ് ഭഗവാനെ. അനാവശ്യമായിട്ട് ഇപ്പോൾ പൈപ്പ് തുറന്ന് കുറച്ച് നേരം വെറുതെ പിള്ളേർ കളിക്കുക അത് കൂട്ടിയാൽ നമുക്ക് വേദന ഉണ്ടാകും. അയ്യോ മക്കളെ അങ്ങനെ ചെയ്യല്ലേ. എന്നാൽ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കും. അവർക്കൊരു ആ കുഞ്ഞു കാലത്ത് അങ്ങനെയാണ്. കുറേയൊക്കെ നമ്മൾ സഹിക്കും, എങ്കിലും അവർ കാണാതെ എന്ന് ഒളിച്ചും പാത്ത് നമ്മളങ്ങ് അടയ്ക്കും. അതെന്ന് വെച്ചാൽ നമുക്കൊരു വേദനയാണ് വെറുതെ കളയുന്നത്. അത് നമുക്ക് വേണം, അങ്ങനെ വേണം. ഒരു തുള്ളി വെള്ളത്തിനെ പോലെ തന്നെ മറ്റെല്ലാം ഒരു അരി അല്ലെങ്കിൽ ഒരു ഉള്ളി വെളിച്ചെണ്ണ, ഇങ്ങനെ ഒരു രൂപ നമ്മൾ 1 രൂപയല്ലേ പോട്ടെ, പക്ഷെ ആ 1 രൂപ കൊണ്ട് സൂക്ഷിച്ച് വെക്ക്. അങ്ങനെ 10 ദിവസം ആകുമ്പോഴോ 10 രൂപ ആവത്തില്ലേ. അതുകൊണ്ടാണ് ഇവിടെ തുള്ളികളുടെ വില അറിയാത്തവർക്ക് എന്ത് വരും, കിങ്കണന്മാരായുള്ളവർക്ക് അർത്ഥം ഉണ്ടാവത്തില്ല, ധനം ഉണ്ടാവില്ല. കാരണം മനസ്സിന് വിഷമമില്ല, കളയുന്നതിന് യാതൊരു പ്രയാസം ഓർക്കുമ്പോൾ ദൈവം കൊടുക്കും. നമ്മൾ വെറുതെ കളയുമ്പോൾ മനസ്സിന് വേദന ഉണ്ടെങ്കിൽ ദൈവം കൊടുക്കും, കളഞ്ഞേ പറ്റൂ. കാരണം കുട്ടികൾ എന്തൊക്കെ ചെയ്യുമ്പോൾ എല്ലായിടും നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കാനൊക്കത്തില്ല. പക്ഷേ നമുക്ക് ഹൃദയം വേദനിക്കണം, ഭഗവാനെ കളഞ്ഞു പോന്നല്ലോ ഈശ്വര എന്നുള്ള മനസ്സ് നമുക്ക് ഉണ്ടെങ്കിലുണ്ടല്ലോ, അത് നമ്മൾ സൂക്ഷിച്ച് നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ചെയ്യണം. കുഞ്ഞുങ്ങൾ കളിക്കുമ്പോഴൊക്കെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, അത് സാരമില്ല, അത് കുഞ്ഞുങ്ങളാണ്, അവരുടെ പ്രായം അതാണ്. അദ്ദേഹം നമ്മളങ്ങനെ ചെയ്താൽ എന്ത് വരും, നമുക്ക് അർത്ഥം ഉണ്ടാവത്തില്ല, ധനം ഉണ്ടാവത്തില്ല. ഭഗവാൻ അറിയാം, അവനെ കൊടുത്തിട്ടൊരു കാര്യമില്ല, അവൻ നശിപ്പിച്ച് കളയുന്നവനാണ്, അവന് വേദനയില്ല. 1 രൂപ പോകുമ്പോൾ നശിച്ചു കളയുന്നത് അവന് വേദനയില്ല. അതുകൊണ്ട് കിങ്കണന്മാരായവർക്ക് അർത്ഥവും ഉണ്ടായി വരാം. മനസ്സിലാക്കിക്കൊണ്ട് നന്നായി മനസ്സിലാക്കി സത്യമായ കാര്യമാണ്. പിന്നെയോ കൃമണന്മാർക്ക് അതെന്താണ്, കടത്തെ നിസ്സാരമായി തള്ളുന്നവർ. കടം വാങ്ങിച്ച് കൂട്ടിട്ട് എന്ത് ചെയ്യും, നിസ്സാരമായി തള്ളും. കടത്തെ നിസ്സാരമായി തള്ളുന്നവർ നിത്യ സൗഖ്യവും ഉണ്ടായി വരാം. കടം ആർക്കെങ്കിലും കൊടുത്തിട്ട് വേണ്ടെന്ന് അങ്ങനെ എനിക്ക് അതുപോലെ നമുക്ക് കടം വന്നാൽ നമുക്ക് അതിന് എത്ര കടം കിടക്കട്ടെ, വെറുതെ ആരുടെയെങ്കിലും വാങ്ങിച്ച് കൂട്ടി വെക്കുമല്ലോ ചിലർ, അതായിരിക്കും. കൃമണന്മാർക്ക് നിത്യ സൗഖ്യവും ഉണ്ടായി വരാം, അവർക്ക് നിത്യ സുഖം ഉണ്ടാവത്തില്ല. കിം ദേവന്മാർക്ക്, അതായത് ദേവന്മാരെ മാനിക്കാത്തവർ, കിം ദേവന്മാർക്ക് ഗതിയും പുനർ അതുപോലെയാണ്. അവർക്ക് ഒരു ഗതിയും കിട്ടത്തില്ല. കാരണം നമുക്ക് ബഹുമാനിക്കേണ്ടതും ആദരിക്കേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ അത്രത്തോളം ദേവന്മാരെ പൂജിക്കുക തന്നെ ചെയ്യണം. അല്ലാതെ അത് ദേവനല്ലയോ പരമാത്മാവല്ലല്ലേ എന്നൊന്നും ചിന്തിച്ചുകൂടാ. പരമാത്മാവല്ലാതെ യാതൊന്നും ഇവിടെ വേറെ ഇല്ല. അതൊരു കാക്കയിലും പൂച്ചയിലും എല്ലാവരും ഉണ്ട് നമ്മൾ പഠിക്കുന്നതാ. സർവേശ്വരനിൽ എല്ലായിടും നിറഞ്ഞിരിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് മഹാത്മാക്കളെ അല്ലെങ്കിൽ ദേവന്മാരെ ഒക്കെ എന്ത് ചെയ്യണം, മാനിക്കണം. മുതിർന്നവരെ കണ്ടാൽ മാനിക്കണം, പ്രായം ചെന്നവരെ കണ്ടാലും അതുപോലെ തന്നെ മഹാത്മാക്കളെ കണ്ടാലും ദേവന്മാരെല്ലാം, ബ്രാഹ്മണർ വെച്ചാൽ ബ്രഹ്മജ്ഞാനികൾ, ഇവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ ബഹുമാനിക്കുക തന്നെ ചെയ്യണം, അത് മാനിക്കണം. അല്ലെങ്കിൽ എന്ത് വരും, ഒരു ഗതിയും കിട്ടത്തില്ല. അത് ചിലരൊക്കെ ഇങ്ങനെ പലരെയും വെറുതെ നമുക്ക് അറിയത്തില്ലെങ്കിൽ അറിയാതെ ഇരിക്കും. പക്ഷെ ചിലർ എന്ത് ചെയ്യുക, അത് കള്ളനാ എന്നൊക്കെ പറയുമോ, അവൻ കള്ളസന്യാസിയാ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടില്ലേ. അങ്ങനൊന്നും പറയാൻ പാടില്ല. നമുക്ക് അറിയത്തില്ലാത്തത് അറിയാതെ ഇരുന്നാൽ മതി. എന്തിനാ അവരെ അങ്ങനെ പറഞ്ഞിട്ട് പാപം വലിച്ചേക്കുന്നത്? പറയുന്ന ആള്, അതായത് ആരെയാ പറയുന്ന അവർക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ആ പരമാത്മാവ് സാക്ഷി നിൽക്കും. നമ്മൾ എന്ത് പറയുന്നു, എങ്ങനെയാണ് നമ്മുടെ സ്വഭാവം, നമ്മൾ നന്മയുള്ളവരാണോ, എല്ലാവരും ദുഷിക്കുന്നവരാണോ, അസൂയം കുശുമ്പും ഉണ്ടോ, ഇതൊക്കെ സാക്ഷിയായിട്ട് നിന്ന് എല്ലാവരുടെ ഉള്ളത്തിൽ തന്നെ ഇരിപ്പുണ്ട് പരമാത്മാവ്. നമുക്ക് ഒന്നും ഒളിക്കാൻ പറ്റത്തില്ല. നമ്മുടെ പ്രവൃത്തികളെല്ലാം അടിവരയിട്ട് ഭഗവാൻ അവിടെ എല്ലാം പതിപ്പിച്ച് വെക്കുക. എന്താ നമ്മുടെ സ്വഭാവം, നമ്മൾ വന്ന് പോകോളം നമ്മുടെ എല്ലാം അളന്ന് കുറിച്ച് വെച്ചിട്ടാണ് നമ്മൾ വീണ്ടും ജന്മം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു തെറ്റുപോലും നമ്മളെ മനസ്സിൽ നിന്നോ വാക്കിൽ നിന്നോ പ്രവർത്തിനോ വന്നുകൂടാ. അതുകൊണ്ട് കിം ദേവന്മാർക്ക് ഗതിയും പുനർ അതുപോലെയാണ്. മഹാത്മാക്കളെ അല്ലെങ്കിൽ ദേവന്മാരെ മാനിക്കണം. ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ച് അരുളി ചെയ്തിടണം മടിയാതെ. ഇങ്ങനെ ഉത്തമമായിരിക്കുന്ന ഈ രാമചരിതം, ഭഗവാന്റെ ആ ശ്രീരാമദേവന്റെ ചരിത്രം, ഈ ചരിതം മനോഹരമാണ്, അത് വിസ്തരിച്ച് അരുളി ചെയ്തിടണം മടിയാതെ. അത് സന്തോഷമായിട്ട് ഒരു വിഷമം തോന്നിക്കണ്ട, എനിക്ക് പറഞ്ഞു തരൂ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവം ചെയ്തു ചന്ദ്രശേഖരൻ പരൻ. സുന്ദരഗാത്രി കേട്ടുകൊള്ളുക എന്നരുൾ ചെയ്തു. ഭഗവാനോട് പറയും, എനിക്കിനിയും കേൾക്കണം ഭഗവാനെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ പാർവതി ദേവിയുടെ ചോദ്യമല്ല ഇങ്ങനെ കേട്ടപ്പോൾ മന്ദഹാസം ചെയ്തിട്ട് ഭഗവാൻ ചന്ദ്രശേഖരൻ പരമേശ്വരൻ എന്ത് പറയുന്നു? സുന്ദരഗാത്രി, സുന്ദരിയല്ലേ ശരീരം, അങ്ങനെയുള്ള ശരീരത്തോടു കൂടിയവളെ കേട്ടുകൊള്ളുക എന്നരുൾ ചെയ്തു. ദേവി കേൾക്കൂ.
വേദാവ് ശതകോടി ഗ്രന്ഥവിസ്തരം പുരാ വേദസംഹിതം അരുൾ ചെയ്തതു രാമായണം. ഇതൊക്കെ കേൾക്കുമ്പോൾ അറിയല്ല, പറയണ്ടല്ലോ. വാൽമീകി പുനരിരുപത്തിനാലായിരമായി നാൻമുഖൻ നിയോഗത്താൽ മാനുഷ മുക്ത്യർത്ഥമായി ചമച്ചാൻ ഇതിലിത് ചുരുക്കി രാമദേവൻ നമുക്ക് ഉപദേശിച്ചിടാനേവം പുരാ. ഈ രാമൻ ഇങ്ങനെ ചമച്ചതിന്റെ കാര്യം പറയാം. അധ്യാത്മ രാമായണമെന്ന് പേര് നിതം അധ്യയനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം. ആരാണ് അത്ര എന്ത് നല്ലതായത്, ഇത് കേട്ടാൽ മതി. ഞാനിത് കഴിഞ്ഞാണ്ട് നമ്മൾ വായിച്ചതാ. പക്ഷെ നമ്മൾ ഓരോ വർഷം കഴിയുമ്പോൾ നമുക്കിത് മാഹാത്മ്യം കൂടിക്കൂടി. കാരണം അന്ന് ഇത് വാങ്ങിച്ച് തുടങ്ങിയതാ. അപ്പോൾ ആദ്യത്തെ ഒരക്ഷരം പോലും ഇത് പറയാൻ അറിയില്ലെങ്കിൽ അന്ന് എങ്ങനെയൊക്കെയോ എനിക്കെന്താ മക്കളെ ചോദ്യം കൊടുക്കണം, അത് കൊള്ളാമോ കൊള്ളത്തില്ലയോ ഒരു രുചി ഇതിനെപ്പറ്റി അറിയില്ല. അത് രാമായണം ഞാൻ അതിന് വായിച്ചിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു വട്ടമൊക്കെ ഒന്ന് എവിടെ പോയി അമ്പലത്തിൽ പോയി വായിച്ച്, അത് എനിക്കില്ലായിരുന്നു, ഞാൻ ആദ്യമായിട്ട് ചെയ്തതാണ്. പക്ഷേ പിന്നെ ഇത് തുടങ്ങിയപ്പോൾ ഒന്നായി, രണ്ടാമത്താവത്തെയായി, ഇത് മൂന്നാമത്തെയാന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ് അന്ന് വായിക്കുമ്പം ഭയങ്കര അറപ്പാണ്. ശരിക്കും അക്ഷരം തെറ്റത്തില്ല. കാരണം ഇതൊക്കെ അറിഞ്ഞ് വായിച്ചില്ലേ അക്ഷരം തെറ്റിപ്പോവും. അപ്പുറത്തെ ഇപ്പുറത്തെ ഇപ്പോഴും എനിക്ക് തെറ്റും. നമുക്ക് ശ്രദ്ധ വന്നേ അത് നടക്കൂ. അത്രയ്ക്കത് ആലോചിച്ച് പറഞ്ഞാലേ എല്ലാം തരികടയായി പോകും. അങ്ങനെ ഇതൊക്കെ എഴുതി വെച്ചേക്കുന്നത്. നമുക്ക് അത്രയ്ക്ക് ജ്ഞാനമില്ലല്ലോ. ഇത് ഇങ്ങനെ വായിച്ച് ജ്ഞാനം ഉണ്ടാക്കണം. അപ്പോൾ ഇത് മൂന്നാമത്തെ ആവർത്തിയായപ്പോൾ എന്തോ ഒന്നുകൂടെ ഞാൻ പ്രായമായപ്പോൾ എനിക്ക് അക്ഷരങ്ങൾ തിരിയുന്നില്ല മക്കളെ. എന്നാലും എനിക്കെന്താ ഭഗവാനുള്ള സ്നേഹം കൊണ്ട് തെറ്റാണെങ്കിൽ തെറ്റട്ടെ, അത്രയേ ഉള്ളൂ. എനിക്ക് അതിലെങ്കിൽ യാതൊരു എന്താ പറയുക ഒരു വിഷമവും പേടിയൊന്നുമില്ല. കാരണം പരബ്രഹ്മം അല്ലേ, പരബ്രഹ്മത്തിന് അറിഞ്ഞൂടെ ഈ ഒരു കിളവി ഇങ്ങനെ വയ്യാതിരിക്കുന്ന എത്ര സന്തോഷം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഭഗവാന് അത്രമാത്രം നമ്മൾ പാപം അറിഞ്ഞ് ചെയ്യുമല്ലോ തെറ്റ് പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ ക്ഷമിക്കും. അതാ ഭഗവാൻ അങ്ങനെയാ. നമ്മൾ ചെയ്ത തെറ്റുകൾ തെറ്റാന്ന് നമ്മൾ വലിയ ഭാവമല്ലല്ലോ, അറിഞ്ഞുകൂടാത്തോണ്ടല്ലേ. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുമല്ലോ. അതുകൊണ്ട് ഭഗവാൻ ക്ഷമിക്കുക നമുക്ക് നല്ല ഉറപ്പാണ്. കാരണം കുട്ടികൾ ചെയ്യുന്ന, അറിവില്ലാത്തവർ കുട്ടികളാണല്ലോ, അറിവില്ലാത്ത കുട്ടികൾ ചെയ്യുന്ന രക്ഷകർത്താക്കൾ ക്ഷമിക്കുകയല്ലേ വേണ്ടത്. നമ്മൾ ഭഗവാന്റെ മക്കളല്ലേ. അതുകൊണ്ട് എല്ലാവർക്കും അത് വായിക്കാം. ഇത്രത്തോളം വായിക്കണമെന്നില്ല, ഒന്നുമില്ല. ദിവസേന ഈ 2 വരി വായിച്ചാലും കുഴപ്പമില്ല. ഇത് ഇത്ര നാളോട് തീർക്കണമെന്ന് ഒന്നും നിയമമില്ല, എങ്ങും എഴുതി വെച്ചിട്ടില്ല. പക്ഷേ നമ്മൾ സ്ഥിരം എന്നും വായിക്കാമോ അത്രയും നല്ലതാണ്. അതുകൊണ്ട് അധ്യാത്മ രാമായണം എന്ന പേര് ഇതാ അധ്യയനം. ഇത് ഇവിടെ അധ്യയനം. ആരാണിത് ഇങ്ങനെ ചെയ്യുന്നത്? അധ്യയനം, വായിക്കുന്നത്, പഠിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവർക്ക് അധ്യാത്മ ജ്ഞാനമുണ്ടാകും. അത് വായിക്കുമ്പോൾ അനുസരിച്ച് നമുക്ക് ജ്ഞാനം, അറിവും അതിനനുസരിച്ചുള്ള എല്ലാ ബുദ്ധിയും ഒക്കെ നമുക്ക് ഭഗവാൻ തന്നെ ഉള്ളിൽ മനസ്സിലാക്കി തരും, ജ്ഞാനം ഉണ്ടാക്കി തരും. അറിവുണ്ടെങ്കിലും പുത്ര സന്തതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പതി കീർത്തി രോഗശാന്തിയും ഉണ്ടാകും. മക്കളിൽ എത്ര മക്കളുണ്ടാകും, ധനമുണ്ടാകും, ദീർഘായുസുണ്ടാകും, മിത്രസമ്പതി ഉണ്ടാകും, മിത്രങ്ങളുണ്ടാകും, കീർത്തി ഉണ്ടാകും, രോഗശാന്തിയും വരും. പിന്നെയോ ഭക്തിയും വർദ്ധിച്ചിടും, ഭക്തി ഉണ്ടാകും. പിന്നെയോ മുക്തിയും സിദ്ധിച്ചിടും. അപ്പോൾ പിന്നെ ഭക്തി ഉണ്ടെങ്കിൽ മുക്തനാവുമല്ലോ. ഭക്തി ഉണ്ടെങ്കിൽ മുക്തനാവും. പിന്നെ എന്താ പ്രയാസം? ഭഗവാന് അതാ വേണ്ടത്. നമ്മളെ ഒരു ഭക്തന് എത്രമാത്രം ഭക്തി ഉണ്ട്, അത് ഭഗവാൻ അത്ര ഇഷ്ടമാണ്. അതൊരു ഭക്തൻ ഭഗവാനും ഭഗവാൻ ഭക്തനിൽ നിന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഞാൻ ഭക്തനിലും ഭക്തൻ ഭഗവാനിനോട്. ഇതൊക്കെ പഠിച്ചു വെക്കണമെന്ന് ഒരു നിയമം ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഒരു ഭക്തനാണോ ഭഗവാനെ എപ്പോഴും സ്തുതിക്കുകയും നാമങ്ങൾ പറഞ്ഞ് സ്തുതിക്കുക, വാഴ്ത്തുക, പുകഴ്ത്തുക, ഭഗവാൻ നന്ദി അർപ്പിക്കുക. ഇതൊക്കെ കൊണ്ട് ചെയ്യുമ്പം ആ ഭക്തനോടുള്ളൊരു കാരുണ്യം ഭഗവാന് അത് തന്നെയാണ് ആ മുക്തനായി മാറുന്നത്. അതുകൊണ്ട് ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് മുക്തനാവശ്യം, നമുക്ക് ഈ ലോക ജീവിതത്തിലേക്ക് താല്പര്യം ഉണ്ടാവില്ല. ഈശ്വരനെ മാത്രം മതിയെന്നും പറഞ്ഞ് ഇങ്ങനെ ഉള്ളിലെങ്ങനെ അമുക്കി വെച്ചേക്കുക, ഭഗവാനെ പിടിച്ച ഉള്ളത്തിലങ്ങ് വെച്ചേക്കുക, മറ്റു കാര്യങ്ങൾക്കൊന്നും ശ്രദ്ധയില്ല. അതാണല്ലോ മുക്തൻ. മറ്റുള്ളതിലെല്ലാം ഈ ലോക വിഷയങ്ങളെല്ലാം ത്യജിക്കുക, വിരമിക്കുക എന്ന് പറയുന്നത് അതിലേക്ക് മനസ്സില്ല. മനസ്സെല്ലാം ഒടുങ്ങി അടങ്ങി. അതുകൊണ്ട് പെട്ടെന്ന് മുക്തനാവാൻ നല്ലതാണ് ഭഗവാൻ ഭക്തി വർദ്ധിച്ചാൽ, വേറൊന്നും വേണ്ട. അപ്പോൾ ഭക്തിയും വർദ്ധിച്ചിടും, മുക്തിയും സിദ്ധിച്ചിടും. എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും. ഇത് അത്ര രഹസ്യമാണ്, കേട്ടാലും. എന്നിട്ട് ഇനി എന്താ പറയാ, ശിവൻ പരമേശ്വരൻ എന്ത് ചെയ്യുന്നു? പാർവതിക്ക് കഥയെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ്. നമുക്ക് വായിച്ചു പോകാം. ചിലപ്പോൾ എനിക്ക് ക്ഷീണം ഉണ്ടാകും. എനിക്കിപ്പോൾ ഇച്ചിരി ക്ഷീണമുണ്ട്. പങ്ക്തി കന്ധര മുഖരാക്ഷസ വീരന്മാരാൽ, അത് രാവണന്മാര് പങ്ക്തി കണ്ടത് സന്തതം എപ്പോഴും ഭാരേണ സന്തപതയാ ഭൂമിദേവി. ഈ ഭൂമിദേവി, നമ്മൾ ഈ ചവിട്ടി നമ്മൾ നിൽക്കുന്ന ഈ അമ്മ മഹാമായ ഭൂമിദേവി എന്ത് ചെയ്തു? ഇവൻ്റെ കാരണം, ഈ രാവണാദികൾ കാരണം എപ്പോഴും ഭാരം വിഷമമാണ് അമ്മയ്ക്ക്, ദേവിക്ക്.
അങ്ങനെ എന്ത് ചെയ്തു ഭൂമിദേവി? ഗോരൂപം പൂണ്ട്, ഒരു പശുവിന്റെ രൂപം പൂണ്ട് ദേവതാപസ ഗണത്തോടും സാരസാസന ലോകം പ്രാപിച്ചു. എവിടെ പോയി? ബ്രഹ്മാവ് സാരസ അവിടെ ബ്രഹ്മാവിൻ്റെ ഒക്കെ പോയി. ഈ വിഷമം കാരണം ഭൂമിയിലേക്ക് സങ്കടം, രാവണൻ ദുഷ്ടനല്ലേ, ഭൂമി എല്ലാവരെയും ദ്രോഹിക്കല്ലേ. അങ്ങനെ ബ്രഹ്മലോകത്ത് ചെന്ന് എന്ത് ചെയ്തു? സാരസാസന ലോകം പ്രാപിച്ച് എന്നിട്ട് എന്താ ചെയ്ത? കരഞ്ഞ്. അമ്മ കിടന്ന് കരഞ്ഞ് ഏറ്റവും വേദനയെല്ലാം വിധാതാവിനോട് അറിയിച്ചാൾ. ഭൂമിയിലുണ്ടാകും ദുഃഖ ദുരിതങ്ങൾ ദുഷ്ടന്മാർ കാണാൻ സഹികെട്ട് നിൽക്കുന്നു. ഭക്തന്മാർക്ക് ജീവിതമില്ല, മഹർഷിമാർക്ക് വയ്യ, എല്ലാവരെയും വെട്ടിക്കൊല്ലുന്നു, മാംസം ഭക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ ഇങ്ങനെ വന്നപ്പോൾ അമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ വയ്യ. പ്രകൃതിയല്ലേ അമ്മ, നമ്മളെ സൃഷ്ടികളല്ലേ, അമ്മയുടെ മക്കളല്ലേ. അപ്പോൾ സഹിക്കാൻ വയ്യാതെ ബ്രഹ്മാവിനോട് ചെന്ന് കരഞ്ഞിട്ട് പറഞ്ഞു, വിധാതാവിനോട് ബ്രഹ്മാവിനോട് പറഞ്ഞു, വേദാവും മുഹൂർത്തം മാത്രം വിചാരിച്ച ശേഷം അല്പനേരം ചിന്തിച്ച് എന്താ ഒരു പോംവഴി? ദേവി ഇങ്ങനെ ഒന്ന് പറയുമ്പോൾ ഇത് ഉൾക്കൊള്ളാതിരിക്കാൻ തെറ്റല്ലേ? ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് അല്പം മുഹൂർത്തം കൊണ്ട് ഇച്ചിരി, എന്നിട്ട് എന്ത് പറയുന്നു? അല്പം ചിന്തിച്ചിട്ട് വേദ ഈ ബ്രഹ്മാവ് മുഹൂർത്തം മാത്രം അല്പസമയം ഒന്ന് ചിന്തിച്ചിട്ട് വേദനായകനായ നാഥനോടിവ ചെന്ന് വേദനം ചെയ്യുക, എന്നേ മറ്റൊരു വഴിയില്ല. ഇത് വേദനായകനായ നാഥനോട് നിന്ന് പറയാതെ ഒരു രക്ഷയില്ല. ആരാണ് വേദനായകൻ? പരബ്രഹ്മമൂർത്തി. അവിടെ ചെന്ന് പറയാതെ ഒരു രക്ഷയുമില്ല. അങ്ങനെ വേദനം അപേക്ഷ കൊടുക്കുന്നത് എവിടെയാ? നമ്മളിപ്പം തലക്കെട്ടി പോണെങ്കിൽ പിന്നെ പ്രധാനമന്ത്രിയുടെ ഒക്കെ പോയി വേതനം കൊടുക്കുന്ന നിവേദനം കൊടുക്കുന്ന പറയില്ലേ, എന്തെങ്കിലും കാര്യം നമുക്ക് സാധിക്കണമെങ്കിൽ. അതുപോലെ ഇതിൻ്റെ യഥാർത്ഥ നായകനാരാ? പരമാത്മാവായ ജഗദീശൻ പാലാഴിവാസൻ ശ്രീ നാരായണനാണ്. അവിടെ ചെന്ന് വേതനം കൊടുക്കാം, അല്ലാതെ ഇതിനൊരു വേറെ വഴിയില്ല. സാരസോത്ഭവൻ ഏവം ചിന്തിച്ചു, ദേവന്മാരോട് ആരൂഢഖേദം തമ്മെ കൂട്ടിക്കൊണ്ടങ്ങ് പോയി. അങ്ങനെ സാരസോത്ഭവൻ ഏവം ഇങ്ങനെ ചിന്തിച്ച് ബ്രഹ്മാവ് ചിന്തിച്ചിട്ട് ദേവന്മാർ ഉലരണപ്പ് കൂടി അവിടേക്ക് പോയി. ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോട് കൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ. ക്ഷീരസാഗര തീരം പാലാഴിയിൽ പരമേശ്വരൻ പരമാത്മാവായ ജഗദീശ്വരൻ നാരായണൻ അനന്തശയനായിട്ട് ഇങ്ങനെ അവിടല്ലേ കഴിയുക വൈകുണ്ഠത്തിൽ. അവിടെ ക്ഷീരസാഗരം പാലാഴി സമുദ്രം വെച്ചാൽ പാൽക്കടല്. അവിടെ പ്രാപിച്ച് ദേവമുനിമാരോട് എല്ലാ ദേവന്മാരെയും കൂടെ വിളിച്ചുകൊണ്ട് പോയി. ബ്രഹ്മാവും മറ്റു ദേവന്മാരും ഒക്കെ എല്ലാവരും കൂടെ പോയി സ്തുതിച്ചിടാൻ ഭക്തിയോടെ അവിടെ ചെന്ന് പരമാത്മാവിനെ സ്തുതി തുടങ്ങി. എന്താ സ്തുതിച്ചത്? ഭക്തിയോടെ ഭാവനയോടും കൂടി. അത്ര ഭാവനയുണ്ട്. അതാ നമുക്ക് ഭഗവാനോട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ സ്തുതിക്കുമ്പോൾ ഒരു ഭാവന വേണം. ഭാവഗായകൻ എന്ന് കേട്ടില്ലേ? നമ്മൾ ഒരു ഗായകനുണ്ടല്ലോ, മറന്നു, പേരൊക്കെ മറന്നു മക്കളെ, യേശുദാസിനെ പോലെ ജയചന്ദ്രൻ എന്നങ്ങണ്ട പേര്. ആ ഭാവഗായകൻ എന്ന് പറയുന്ന പോലെ ഭാവനയോടുകൂടി വേണം ഭഗവാനെ പ്രാർത്ഥിക്കാൻ. വെറുതെ വരികൾ പറഞ്ഞ് വെറുതെ സ്തുതിച്ചൂടാ. അത് അർത്ഥം അറിഞ്ഞ് നന്നായി ആ ഒരു ഉള്ളത്തിലേക്ക് ഇഴിഞ്ഞിറങ്ങുന്ന ഒരു ഭാവനയുണ്ട്. അങ്ങനെ വേണം ഭഗവാനെ പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഇവർ ദേവന്മാരെല്ലാം കൂടെ എന്ത് ചെയ്തു? ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ട് ദേവനെ സേവിച്ചിടാൻ വഴി പോലെ. അങ്ങനെ ഈ ബ്രഹ്മാവ് ചെന്ന് ഭാവനയോടുകൂടി ചെന്ന് ഭഗവാനെ സ്തുതിച്ചു. എന്നിട്ടോ അന്നേരം എന്ത് ചെയ്തു? ഇങ്ങനെ ഭാവനയോടുകൂടി പുരുഷ സൂക്തം ചൊല്ലി സ്തുതിച്ചപ്പോൾ അന്നേരം ഒരു 10,000 ആദിത്യന്മാർ ഒന്നിച്ച് കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്ക് അൻപോട് കാണായി വന്നു. പത്മലോചനായ പത്മനാഭനെ മോദാൽ. പത്മലോചനായ പത്മനാഭനാര? പരമാത്മാവായ നാരായണൻ. പത്മസംഭവനാരാണ്? ബ്രഹ്മാവ്. അതായത് പത്മത്തിൽ ജനിച്ചവനാണ് പത്മസംഭവൻ. പത്മലോചൻ പത്മ താമര ഇതളോടുകൂടിയ കണ്ണുള്ളതാരാ? നാരായണനാണ്. കൃഷ്ണന് നാരായണനൊക്കെ ഒന്നാണല്ലോ. അവരുടെ കണ്ണിന് പത്മലോചന, നീണ്ട കണ്ണ്, താമരയുടെ പൂവിൻ്റെ ഇതള പോലുള്ള കണ്ണാണ്. അപ്പോൾ പത്മസംഭവൻ പത്മനാഭൻ രണ്ടും രണ്ടാണ്. ബ്രഹ്മാവാണ് പത്മസംഭവൻ, അതായത് ഭഗവാൻ നാരായണൻ്റെ നാഭിയിൽ നിന്ന് താമരയിൽ ജനിച്ചതുകൊണ്ടാണ് പത്മനാഭൻ. നാഭിയിൽ ജനിച്ചത് നാഭൻ, പത്മത്തിൽ, അത് താമരയിൽ. പത്മലോചനൻ എന്ന് പറഞ്ഞാൽ അത് നാരായണനാണ്. പത്മസംഭവൻ തനിക്ക് അൻപോട് കാണായി വന്നു. എങ്ങനെ കാണായി വന്നു? ഒരു 10,000 സൂര്യനെ ഒന്നിച്ചൊതിച്ച് കിഴക്കുതിച്ചുയരുന്നത് പോലെയാണ് ആ പുരുഷ സൂക്തം ചൊല്ലി ഭാവനയോടുകൂടി ചൊല്ലിയപ്പോൾ ആ തേജസ് ഒരു 10,000 ആദിത്യന്മാർ ഉദിച്ച് ആ ശോഭയോടി ബ്രഹ്മാവ് കണ്ടു. ആരെ കണ്ടു? പരമാത്മാവായ നാരായണനെ.
പത്മനാഭനെ അങ്ങനെ മോദാൽ പത്മലോചനായ പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ളൊരു സിദ്ധി യോഗികളാലും ദുർദശമായ ഭഗവത് രൂപം മനോഹരം ചന്ദ്രിക മന്ദസ്മിത സുന്ദര ആനനപൂർണ്ണ ചന്ദ്രമണ്ഡലം അരവിന്ദലോചനം ദേവം കണ്ടതിൻ്റെ എങ്ങനെയാ കണ്ട ഒരു കാര്യം പറയാ. എന്താ സംബന്ധം എനിക്ക് അൻപോട് കാണാൻ വന്നു. പത്മലോചന പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും. അപ്പൊ ഇങ്ങനെ കണ്ടപ്പോൾ പത്മലോചനെ കണ്ടു. പത്മനാഭനെ മോദാൽ സന്തോഷത്തോടെ എന്ത് ചെയ്തു? മുക്തന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ദുർദർശമായ ഭഗവത് രൂപം മനോഹരം, അതായത് വിഷ്ണുസ്തുതി മന്ത്രം കാണാൻ പ്രയാസമുള്ള, അത്രമാത്രം ആർക്കും കാണാൻ പ്രയാസമുള്ള രീതിയിലാണ് ഇത് കാണുന്നത്. ദുർദർശമായ കാണാൻ പ്രയാസമുള്ള ഭഗവത് രൂപം മനോഹരം. ആർക്ക് കാണാൻ പറ്റും? ഇത്രയും 10,000 ആദ്യത്തിൽ വെച്ചാൽ അങ്ങ് നോക്കാൻ പറ്റുമോ മറ്റു സാധാരണക്കാർക്ക്? അപ്പോൾ അത് നോക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയുള്ള ഭഗവത് രൂപം മനോഹരമായിരിക്കുന്നു. എന്നിട്ടോ ചന്ദ്രിക മന്ദസ്മിത പുഞ്ചിരി പൂനിലാവിനാൽ സുന്ദരമായ മുഖചന്ദ്രനോടുകൂടി, അതായത് ചന്ദ്രിക മന്ദസ്മിത സുന്ദരമായ ആനന മുഖം. അപ്പോൾ ചന്ദ്രികയെ നമുക്കറിയാലോ, അത്ര മനോഹരമായ പ്രകാശത്തോടു കൂടി പൂർണ്ണ ചന്ദ്രമണ്ഡല അരവിന്ദലോചനം ദേവം. അങ്ങനെ ഭഗവാനെ സ്തുതിക്കുമ്പോൾ ഇത് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള രീതിയിലാണ് ഇദ്ദേഹം കണ്ടത്. പിന്നെയോ ഇന്ദ്രനീലാഭംബര ഇന്ദിരാ മനോഹരം മന്ദിര വക്ഷസ്ഥലം വന്ധ്യ ആനന്ദോദയം വത്സലാഞ്ചന വത്സംപാദ പങ്കജ ഭക്തവത്സലം സമസ്ത ലോകോത്സവം സൽസേവിതം. ഇത് തിരിയുന്നില്ല നാക്കുന്നു. കുറച്ചു നേരം കൊണ്ട് ഇങ്ങനെ പറഞ്ഞ പിന്നെ എനിക്ക് ഒട്ടും പറ്റത്തില്ല മക്കളെ. ഈ 2 വരി വായിച്ച് ഇടാനാണ് വിചാരിച്ചത്, പക്ഷെ നടക്കുന്നില്ല. വായിച്ചാൽ ഞാൻ അറിയാതെ ഇങ്ങനെ അങ്ങ് പോകും. അപ്പോൾ നമുക്ക് ഒന്ന് പതുക്കെ വായിക്കാം. ഇനി ഇന്ദ്രനീലാഭംബരം ഇന്ദിരാ മനോഹരം മന്ദിര വക്ഷസ്ഥലം വന്ധ്യ ആനന്ദോദയം വത്സലാഞ്ചന വത്സം പാദ പങ്കജ ഭക്തവത്സലം സമസ്ത ലോകോത്സവം സൽസേവിതം മേരു സന്നിഭ കിരീടോദ്യുൽ കുണ്ഡല മുക്താഹാര കേയൂരാംഗത കടക കടിസൂത്ര വലയാങ്കുലീയകാദ്യ അഖില വിഭൂഷണ കലിത കളേബരം കമല മനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ട് സരസീരുഖ ഭവൻ മധുരസ്ഫുടാക്ഷരം സരസ പദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. ഇങ്ങനെ കടുത്ത വാക്കുകള പറയുമ്പം നാക്ക് കുഴയും തെറ്റിപ്പോകുന്നു. ഇങ്ങനെ വായിച്ചു പോകാൻ. അപ്പോൾ ഇത്രയും എന്താ കണ്ടത്? കമല മനോഹരം, താമരപ്പൂ പോലെ മനോഹരമായിരിക്കുന്ന കരുണാകരം അങ്ങനെ കണ്ടു. ഈ 1000-10,000 പ്രഭയോടുകൂടിയ സൂര്യപ്രഭയോടുകൂടി ഈ ഭഗവാനെ കണ്ട് പരമാനന്ദം പൂട്ട് സരസീരുഹ ഭവൻ മധുര സ്ഫുടാക്ഷം മധുരമായ സ്ഫുടത്തോടുകൂടി ഭഗവാനെ സരസപദങ്ങളാൽ അത്രയ്ക്ക് ലളിതമായ നല്ല സ്തുതിച്ച് പറയുക. പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. അങ്ങനെ കണ്ടാൽ ആരും സ്തുതിച്ചു പോവുമല്ലോ. മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിന് അരുതാതൊരു പാദാംബുജം നിത്യവും നമോസ്തുതേ സകല ജഗൽപദേ നിത്യ നിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ. കണ്ടപ്പോൾ പിന്നെ ഇങ്ങനെ സ്തുതിക്കാതിരിക്കുന്നത് എങ്ങനെയാ? ഇങ്ങനൊന്നും അല്ല, എനിക്ക് പറ്റത്തില്ല. ബ്രഹ്മാവ് അതിഭയങ്കരമായ സ്തുതിച്ചേക്കുന്നത്, നമുക്കത് പറ്റത്തില്ല. നമ്മുടെ പ്രായമൊക്കെ പോയി, ബ്രഹ്മാവിന് എന്നും ഒരു പ്രായമാണ്. അതുകൊണ്ട് മോക്ഷകാമികളായ മോക്ഷത്തെ ആഗ്രഹിക്കുന്ന സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാണുന്നതിന് അരുതാതൊരു ആർക്കും കിട്ടത്തില്ല. എന്നുവെച്ചാൽ ഇദ്ദേഹം ഈ പുരുഷ സൂക്തം എത്ര ഭാവനയോടുകൂടി അകമഴിഞ്ഞ് ഉള്ളത്തിൽ അത്രമാത്രം പരമാനത്തോടാണ് ഭഗവാനെ അവിടെ ചെന്ന് സ്തുതിച്ചത്. അപ്പോൾ ഈ കണ്ട കാഴ്ച കൊണ്ടാവാൻ പിന്നെ ഇത് ആരെങ്കിലും അങ്ങനെ കണ്ടുണ്ടോ? അതുകൊണ്ടാണ് ഈ ഭഗവാനെ പരമാനന്ദമൂർത്തെ ഭഗവൻ ജയ ജയ ജയിച്ചാലും മോക്ഷകാമികളായ എന്നുവെച്ചാൽ മോക്ഷത്തിന് വേണ്ടി ഒരുങ്ങിയ സിദ്ധയോഗീന്ദ്രന്മാർക്ക് പോലും സാക്ഷാൽ ഈ പരമാത്മാവിനെ കാണുന്നതിന് അരുതാതൊരു ആ പാദാംബുജം നിത്യവും നമോസ്തുതേ സകല ജഗൽപദേ. അത് ഇവിടെ കണ്ടു ബ്രഹ്മാവ്. ആർക്കും സാധ്യമല്ല. എന്നിട്ടോ നിത്യ നിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ സത്യജ്ഞാനാനന്ദാനന്ദ അമൃത അദ്വയം ഏകം നിത്യവും നമോസ്തുതേ കരുണാജലനിധേ. ജലത്തിൽ വസിക്കുന്നതാണ് കരുണാജലനിധ. ഭഗവാൻ അവിടെ പാലാഴിലല്ലേ വസിക്കുന്നതുകൊണ്ട് കരുണ ജലനിധേ.
ഈ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ. സ്വാധ്യായ തപോദാന യജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ല ഒരുവനും കൈവല്യം ഒരു നാളും. സ്വാധ്യായം തപോദാന യജ്ഞങ്ങൾ കർമ്മങ്ങൾ ഇതൊക്കെ സാധ്യമല്ല ഒരുവനും കൈവല്യം. ഇതൊന്നും ചെയ്യുമ്പോൾ കൈവല്യം കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. അത്രയ്ക്കും ഭക്തന്മാർക്ക് എളുപ്പമാണ്. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തപസ്സും ദാനങ്ങളും യജ്ഞങ്ങളൊക്കെ ചെയ്തെന്നും പറഞ്ഞൊന്നും കൈവല്യം ഒരു നാളും കിട്ടുകയില്ല. മുക്തിയെ സാധിക്കണമെങ്കിലോ ഭവൽ പാദഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതല്ല. അപ്പോൾ സ്വാധ്യായവും തപസ്സും ദാനങ്ങളും യജ്ഞങ്ങളും ഒക്കെ ചെയ്തെന്നും പറഞ്ഞൊന്നും മുക്തിയെ കൈവല്യം കിട്ടുകയില്ല. മുക്തിയെ സാധിക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ പാദാംബുജം ഭഗവാന്റെ പാദത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് അങ്ങോട്ട് ഭഗവാനെ അങ്ങോട്ട് സ്തുതിക്കുക. ഇന്ന് എല്ലാവരും എളുപ്പമാർഗം. എന്തിനാ സ്തുതിക്കുന്നേ? എന്തിനാ നാമം ചൊല്ലുന്നേ? എന്തിനാ പാടുന്നേ? എന്തോ ഈ പറയുന്നേ? ഇതങ്ങോട്ട് വായിക്കുമ്പോൾ തന്നെ അങ്ങ് നിറയത്തില്ലേ? ആ പരമാനന്ദം നമ്മളിൽ ഒഴുകി ഇറങ്ങുമല്ലേ? ആ നിർവൃതി, ആ പവറ്, ആ ഒരു കൃപ എന്തുകൊണ്ടാ? അറിഞ്ഞ് ഭാവനയോടുകൂടി ബ്രഹ്മാവ് പോലെ സ്തുതിച്ചേക്കുക. എന്നിട്ട് ഇന്ന് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് എന്താണ്? വെറുതെ കണ്ണടച്ച് ഇരുന്നാൽ മതി, എല്ലാം ഇനി വന്നിറങ്ങിക്കോളൂന്ന്. ഞാൻ പറയാതിരിക്കുന്നത് എങ്ങനെയാ? ഇവിടെ പണ്ടേ മഹാത്മാക്കളെല്ലാം ആനന്ദ കീർത്തനങ്ങൾ ചൊല്ലിയാണ് അവരൊക്കെ ഈ കൃഷി വര്യന്മാരൊക്കെ ആയത്. എന്നുവെച്ച് അവര് ചൊല്ലുകയും ചെയ്ത് ധ്യാനത്തിനും തപസ്സിനും തന്നെ ഇരിക്കുകയും ചെയ്ത്. എല്ലാം വേണം. അങ്ങനെ അതായത് സാക്ഷാത്കാരം നേടുക എന്ന് വെച്ചാൽ തപസ്സിൽ കൂടി തന്നെ കിട്ടുക. പക്ഷെ ഈ ഭക്തി ഇല്ലെങ്കിൽ എന്താ ഫലമുണ്ടോ? ഭക്തി വേണമെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ പാദപ്പെടുത്തി അങ്ങ് സ്തുതിക്കണം, ഭാവനയോടുകൂടി സ്തുതിക്കണം. അപ്പോഴാണ് ബ്രഹ്മാവ് സ്തുതിച്ചത്. എന്ത് കിട്ടി? 10,000 സൂര്യൻ ഉദിച്ച ആ പ്രഭയോടുകൂടി ഭഗവാനെ കണ്ടില്ലേ? അത് കാണണമെങ്കിൽ എന്താണ്? ഭക്തനായിരിക്കണം. ഭക്തന്മാർക്ക് ഹൃദയം ശുദ്ധിയായിരിക്കണം. ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ ദൈവത്തെ കാണാം. അത് ഏത് രൂപത്തിലും നമുക്ക് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? ആ ഭക്തി കൊണ്ടാണ്. അതുകൊണ്ട് സ്വാധ്യായ തപസ് കൊണ്ടോ ദാന യജ്ഞാദി കർമ്മങ്ങളുണ്ടോ സാധ്യമല്ല ഒരുവനും. ഇത് ചുമ്മാതെ എഴുതിട്ടേക്കുന്നതാണോ? കൈവല്യം ഒരു നാളും ഇത് സാധ്യമല്ല. പിന്നെ എന്താ സാധ്യമാകുന്നത്? മുക്തിയെ സാധിക്കണമെങ്കിലോ ഭവൽ പാദഭക്തി കൊണ്ടൊഴിഞ്ഞ് ഈ ഭഗവാനോടുള്ള പാദഭക്തി, അത്രമാത്രം പ്രേമമാകുന്ന ഭക്തി ഇല്ലാതെ മറ്റൊന്നിനാലും ആവതല്ല. കിട്ടണമെങ്കിൽ, മുക്തി സാധിക്കണമെങ്കിൽ, കൈവല്യം വേണമെന്നുണ്ടെങ്കിൽ ഭക്തി തന്നെ വേണം. മറ്റെല്ലാം വേണ്ടെന്നല്ല, ഭക്തി ഒന്ന് മുമ്പേ നിൽക്കണം. നിന്തിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്നു അന്തികേ കാണായി വന്നതെനിക്കു ഭാഗ്യവശാൽ. അതായത് അത്രത്തോളം എല്ലാവരോടെ പോയല്ലോ. എന്നിട്ട് കണ്ടതാരാ? ബ്രഹ്മാവാണ് ഭാവനയോടുകൂടി ഭഗവാനെ പൂരുഷ സൂക്തം ചൊല്ലി സ്തുതിച്ചത്. അപ്പൊ ആ ചൊല്ലലിൽ തന്നെ എത്രമാത്രം ആനന്ദം അനുഭവിച്ചു. അതുകൊണ്ടല്ലേ കണ്ടത്. എല്ലാവരും എന്താ കാണാഞ്ഞത്? ബ്രഹ്മാവ് മാത്രമല്ലേ കണ്ടുള്ളൂ. നിന്തിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്നും 2 പാദങ്ങളും അന്തികേ കാണായി വന്നതെനിക്കു ഭാഗ്യവശാൽ. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ പറയണം നമ്മുടെ ഭാഗ്യമാണ്. ഭാഗ്യമുള്ളവർക്കേ കാണാൻ പറ്റും. സത്വചിത്തന്മാരായ താപസ ശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്തിയാ ബുദ്ധിയാ ധരിക്കപ്പെട്ടോരു നിൻ പാദ പങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം. ചേതസി സദാകാലം ഭക്തവത്സല പോറ്റി. അപ്പോ നിത്യവും ഭക്തിയാ ബുദ്ധിയാ ഭക്തി സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സത്വചിത്തന്മാരായ താപസ ശ്രേഷ്ഠന്മാര് നിൻ. അപ്പൊ എന്നും തപസ് ചെയ്യുന്ന ശ്രേഷ്ഠന്മാരായ മഹാത്മാക്കളായ മുനികൾ എന്ത് ചെയ്യണം? നിൻ പാദപങ്കജങ്ങൾ, ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം. ഇതങ്ങോട്ട് വായിച്ച് കേട്ടാൽ നമുക്ക് തോന്നുമോ എന്തെങ്കിലും പറയാൻ? ചേതസി സദാകാലം ഭക്തവത്സല പോറ്റി. പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം ഭഗവാനെ. മനസ്സിൽ എപ്പോഴും സദാകാലവും അങ്ങനെ വേണം, ഭക്തി ഉണ്ടാകണമേ എന്ന് ചില മക്കൾ ഇത് ഇങ്ങനെ വായിക്കുമ്പോൾ അമ്മേ എനിക്ക് ഭക്തി ഉണ്ടാവണേ. മുമ്പ് കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് കമൻസ് ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം, എനിക്കും ഭക്തി തരണമേ. ചിലർക്ക് കിട്ടത്തില്ല, അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇങ്ങനെ ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം. ചേതസി സദാകാലം, എൻ്റെ മനസ്സിൽ എപ്പോഴും ഈ ശരീരം വെടിയോളം അത് വേണം. അങ്ങനെ സദാകാലം ഭക്തവത്സല പോറ്റി നമ്മൾ പ്രാർത്ഥിക്കണം. ഭഗവാനെ ഒരു നേരം പോലും മുടങ്ങല്ലേ, എനിക്ക് ഭക്തി എപ്പോഴും വേണമേ, അതിന് ഭഗവാൻ കടാക്ഷം തരണമേ. സംസാരമയ പരിതപ്ത മാനസന്മാരാം പുംസാം തൊൽഭക്തി ഒഴിഞ്ഞില്ല ഭേഷജമേതം.
അതായത് രണ്ട് പേഷണം ഔഷധം. സംസാരമയ പരിതപ്ത മാനസന്മാര, ഈ ലോകത്തിലാണ് സംസാരം. അങ്ങനെ ഉള്ളവർക്ക് പുംസാൻ ത്വൽ ഭക്തി ഒഴിഞ്ഞില്ല ഔഷധം. നമുക്കിവിടെ ഈ സംസാരത്തിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ടു, അതിനെല്ലാം മരുന്ന് എന്താ? ഔഷധം ഈ ഇതാണ്. ഈ ഭഗവാന്റെ ഈ ലോകത്തിലെ ജീവിതത്തിൽ നിന്നെല്ലാം കരകയറാൻ നമുക്ക് ത്വൽ ഭക്തി അല്ലാതെ ഒഴിഞ്ഞില്ല ഔഷധം. നമുക്ക് ഇവിടെ ഈ ലോകത്ത് ജീവിക്കാൻ ഭഗവാനുള്ള ഭക്തിയാണ് ഔഷധം. അതുകൊണ്ടാണ് ഭഗവാൻ എടുത്തെടുത്ത് ഇത് നമുക്ക് ഭാഗവതത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. കലിയുഗമാണ് ഇപ്പം, ദ്വാപരയുഗം അല്ല. കലിയുഗത്തിൽ നാമസങ്കീർത്തനങ്ങൾ കൊണ്ട് എല്ലാ വിഷവും പോവും. ഈ കലി എന്ന് വെച്ചാൽ എന്താ? കലി വിഷമാണ്. നമുക്ക് ഒന്ന് പറഞ്ഞ് രണ്ട് വീട്ടിലെല്ലാം അടികൂടക്കുക, വീടുകളെ മൊത്തം അടികൂടക്കവും കലി കയറി ബാധിച്ച് കിടക്കുക. എന്നാൽ എല്ലാവരും ഭക്തിയോടിരുന്ന് ഭഗവാൻ നിന്ന് ആരാധിച്ച് സ്തുതിച്ച് നാമങ്ങൾ ചൊല്ലി നോക്ക്, എല്ലാ പിശാചും വഴി ഇങ്ങോട്ട് കയറത്തില്ല, എല്ലാം ഒഴിഞ്ഞു പോകും. നാമസങ്കീർത്തനങ്ങൾ കേൾക്കുമ്പോഴേ മൂജാഷ്ട എന്ന് പറഞ്ഞതുണ്ട്, ദേവിയുടെ മൂത്ത ജ്യേഷ്ഠത്തി, അത് മൂത്തവള്, അത് ഐശ്വര്യമല്ല, അത് ഇതാണ്, പിശാചാണ്. അതിന് എന്താ പറയുന്നത്? മൂജാഷ്ട. അപ്പോൾ അത് നമ്മൾ സന്ധ്യാസമയത്തൊക്കെ സന്ധ്യയ്ക്ക് നാമം ചൊല്ലാത്ത വീട്ടിൽ കയറാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. ജ്യേഷ്ഠ ചോദിച്ചു ഞാൻ എവിടെ പോയി ഇരിക്കണം? അപ്പം ഇങ്ങനെ ചൂതുകളി, വെള്ളമടി, വിളക്ക് കത്തിക്കാത്ത ഇങ്ങനെയുള്ള അടിച്ചളിയില്ലാത്ത വീട്ടുകളിലൊക്കെ ചെന്ന് കയറിക്കൊള്ളാൻ പറയും. അതുകൊണ്ടാണ് അന്ന് അറിഞ്ഞ ഭക്തന്മാർ സന്ധ്യയ്ക്ക് മുമ്പേ വെള്ളം തളിച്ച് പിന്നെ വിളക്ക് കത്തിച്ച് ആരാധന നാമങ്ങൾ തുടങ്ങും, സ്തുതിക്കും. പിന്നെ അവിടെ കയറുമോ മൂജാഷ്ട? ഇല്ലാത്ത വീട്ടിൽ കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും, തങ്ങളെ അടികൂടും. കലിയുടെ വിഷം, അത് വിഷമാണ്. അത് മാറണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ത്വൽ ഭക്തി ഒഴിഞ്ഞില്ല ഔഷധമേതും, ഔഷധമാണ്. ഭഗവാനോട് ഭക്തി വർദ്ധിക്കുന്ന വെറുതെ മിണ്ടായിരുന്ന ഭക്തി കിട്ടൂ. ഭഗവാനോട് നന്നായി സ്തുതിക്കണ്ടേ, ആരാധിക്കണ്ടേ? എല്ലാവരുടെ കൂട്ടത്തിരുന്ന് ഒരു സ്തോത്രയാഗം ചെയ്തു നോക്ക് ദിവസേനെ. ഐശ്വര്യം പെട്ടെന്ന് മേൽക്കുമേൽ ഗതി പ്രാപിച്ചു വരും. അതില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അധപ്പതിച്ച് പോണത്. പിന്നെ മുതിർന്ന് വയസ്സ് 60 ആകുമ്പോൾ 50 കഴിയുമ്പോൾ നമുക്ക് ധ്യാനിക്കാം. അതൊരു ഭക്തി കിട്ടുമല്ലോ. ഭക്തിയിൽ കൂടെ പിന്നെ ധ്യാനമൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് എല്ലാത്തിനും വിരമിച്ച് ഇന്ദ്രിയങ്ങളെല്ലാം വധിച്ച് മനസ്സിനെ അടക്കി പോകേണ്ടത് പോകാമല്ലോ. എല്ലാവരും ഒരുപോലെ അങ്ങ് പോകില്ലല്ലോ. നമ്മുടെ കുട്ടികളൊക്കെ വളർന്നു വരത്തല്ലേ ഉള്ളൂ, അവർ പഠിക്കണ്ടേ, അവർക്ക് ഇതൊക്കെ കൊടുക്കാൻ നമ്മൾ മാത്രം ധ്യാനിച്ച് മിണ്ടാതിരുന്ന കുട്ടികൾ വിളക്കത്തിക്കാനും പഠിക്കത്തില്ല, നാമം ചൊല്ലാനും പഠിക്കത്തില്ല. എൻ്റെ അമ്മൂമ്മ എപ്പോഴും ധ്യാനത്തിലിരിക്കുക, പിന്നെ ഞങ്ങളെന്തിനാ പ്രാർത്ഥിക്കുന്ന? അമ്മൂമ്മ ഇങ്ങനെയല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുട്ടികളെ വിളിച്ചിരുത്തി നന്നായി സ്തുതിപ്പിക്കണം. നമ്മൾ ചെയ്യുന്ന കണ്ട് അവർ പഠിക്കണം. നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? ഞാൻ കുട്ടിനാളിൽ അങ്ങനെ ആയിരുന്നു. ഇവിടെ 40 വയസ്സുള്ളപ്പം മക്കളും 2 പേരും കൂടെ ഇരുത്തി നാമം ചൊല്ലിട്ട് അവർ നാമം തീരുമ്പോൾ അവർ പോകും. ഞാൻ അവിടെ ഒരു 9:30-10 വരെ ഞാൻ ധ്യാനിക്കും. പിന്നെ നാമം ചൊല്ലക്കല്ല, ധ്യാനമാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് പഠിക്കണ്ടേ, കുട്ടികൾക്ക് നന്നാവണ്ടേ, അവരും ഇത് കണ്ടുകൊണ്ടേ പഠിക്കാൻ. അതിനുവേണ്ടി നമ്മൾ ഇതെല്ലാം ചെയ്തേ പറ്റൂ. അങ്ങനെ ഭക്തി ഇല്ലാതെ മറ്റൊരു കാര്യം ഔഷധമാണ് നമ്മുടെ ഈ കലിയുഗത്തിൽ. മരണമോർത്ത് മമ മനസ്സി പരിതാപം കരുണാമൃതനിധേ പെരുക വളരുന്നു. മരണം പറഞ്ഞ് ഓർത്ത് മമ എൻ്റെ മനസ്സിൽ പരിതാപ ദുഃഖം കരുണാമൃതനിധേ പെരുക വളരുന്നു എന്ന്. മരണകാലേ തവ തരുണ അരുണ സമചരണ സരസിജ സ്മരണ ഉണ്ടാവാനായി തരിക വരം നാഥ. കരുണാകര പോറ്റി ശരണം ദേവ രമാരമണാധരാപതേ. പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ പരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ പരാചിന്മയ പരാപര പത്മാക്ഷ ജയ വരദ നാരായണ വൈകുണ്ഠ ജയ ജയ. ചതുരാനനൻ ഇതി സ്തുതി ചെയ്തോരു നേരം മധുരതരം അതിവിശദസ്മിതപൂർവം. അക്ഷരങ്ങൾ തിരിയുന്നില്ല. അപ്പോൾ ചതുരാനൻ വെച്ചാൽ 4 തലയുള്ള ബ്രഹ്മാവ്. ഇങ്ങനെ ഇത്രയെല്ലാം ഭഗവാനെ വൈകുണ്ഠവാസനെ സ്തുതിച്ച് ഇതെല്ലാം മരണമോർത്ത് മമ എൻ്റെ മനസ്സിൽ വിഷമം വരുന്നു കരുണാമൃത, പെരുകേ വിഷമം വരുന്നു. മരണകാലേ തവ, എൻ്റെ മരണകാലത്തിൽ അങ്ങയുടെ മരണകാലേ തവ തരുണ അരുണ സമ ചരണ സരസിജ സ്മരണ ഉണ്ടാവാനായി തരിക. അങ്ങനെ എപ്പോഴും പരമാത്മാവായ ഈശ്വരൻ്റെ, ആ ജഗദീശൻ ഭഗവാൻ നാരായണൻ്റെ സ്മരണ നമ്മൾക്ക് എപ്പോഴും ഇരിക്കണം. അതിനെന്ത് ചെയ്യണം? തരിക, സ്മരണ ഉണ്ടാവാൻ, എപ്പോഴും ഓർത്തിരിക്കാൻ. നമ്മൾ പറയും നമ്മുടെ ശരീരം വെടിയോളം നമുക്ക് സ്മരണ വേണം. വെറുതെ അനങ്ങാതിരുന്നാൽ എങ്ങനെ മറന്നുപോകും. അപ്പോൾ എപ്പോഴും ഓർമ്മ വേണം.
ഭഗവാനെ നാരായണ, എപ്പോഴും നമുക്ക് ഇന്ന് ഒരു ദിവസം കുറഞ്ഞു കുറഞ്ഞു വരും, മരണത്തിലേക്ക് അടുത്തടുത്ത് വരും. അപ്പോൾ നമ്മൾ എപ്പോഴും സ്മരണ വേണം, മരണം വരുന്നുള്ള സ്മരണ ഓർമ്മ നമുക്ക് വേണം. അതുകൊണ്ട് മരണകാലേ തവ തരുണ അരുണ സമ ചരണ സരസിജ സ്മരണ ഉണ്ടാവാനായി എന്ത് വരണം? തരിക. എന്താ അതിനുള്ള വരം? നാഥ, എപ്പോഴും ഓർത്തിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് വന്ന് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് മരുന്നെങ്കിൽ ആരും അറിയുന്നില്ല. അമ്മ അതിനുള്ള തയ്യാറൊക്കെ എടുക്കുന്നുണ്ട്, ആരോടും പറഞ്ഞില്ല. ഏകാദശിടന്ന് 1 മണിക്കോളം ആയി. ഒന്നും ആർക്കും അടുത്ത് നിൽക്കുന്നവർക്കും അറിയാൻ വയ്യ. നമ്മളും അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങുന്നു, വന്നിരുന്നവരും പോയി. ഇവിടെ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഇവിടെ എല്ലാവരും ഓടിക്കൂടി ഇരിക്കത്തില്ലേ? എല്ലാവരെയും അങ്ങോട്ടും പറഞ്ഞിട്ട് അമ്മയങ്ങ് പോയി. എന്താ? ആ സ്മരണ, ആ ഓർമ്മ ഭഗവാൻ കൊടുക്കും. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, ഭഗവാനെ ഓർമ്മക്കടൊന്നും വരല്ലേ, ആ മരണകാലത്തിൽ എന്നെ ഓർത്ത് എനിക്ക് ഭഗവാനിലേക്ക് ചേരാനുള്ള ഓർമ്മ എനിക്ക് ഉണ്ടാകണമേ എന്നങ്ങോട്ട് പ്രാർത്ഥിക്കണം. അല്ലാതെ തിന്നും കുടിച്ച് മാത്രം ഇരിക്കരുത്. അവസാനം എന്തു വരും? അപാരമായ വിഷമങ്ങളും ദുഃഖദുരിതങ്ങളും വല്ലാത്ത രോഗങ്ങളും ഒക്കെ വന്നകപ്പെട്ട എങ്ങനെ നമുക്ക് ഓർമ്മ കിട്ടും? അയ്യോ വയ്യേ വയ്യേ എന്ന് പറഞ്ഞിരിക്കത്തല്ലേ ഉള്ളു. അഥവാ നമ്മുടെ വിധി അങ്ങനെ ആണെങ്കിൽ പോലും, ഒരു രോഗം വന്നാൽ പോലും നമ്മളെ ഉള്ളത്തിൽ എപ്പോഴും ഭഗവാനുള്ള ചിന്ത നമ്മളെ ഓർത്തിരിക്കാൻ ഭഗവാൻ വരം തരും. അത് ചോദിച്ചു വെക്കണം. ബ്രഹ്മാവ് ചോദിച്ചു, വരം തരിക നാഥ, എനിക്ക് ആ സ്മരണ ഉണ്ടാകാൻ, എനിക്ക് ഓർമ്മ ഉണ്ടാകാൻ. അതുകൊണ്ട് കരുണാകര പോറ്റി ശരണം ദേവ രമാരമണ ധരാപതി പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ പരമാത്മൻ പരബ്രഹ്മാഖ്യാ ജയ പരാ ചിന്മയ പരാപര പത്മാക്ഷ ജയ വരദ നാരായണ വൈകുണ്ഠ ജയ ജയ ചതുരാനന നിധി സ്തുതി ചെയ്തോരു നേരം. ബ്രഹ്മാവ് ഇത്രയെല്ലാം സ്തുതിച്ചപ്പോൾ മധുരതരം വിശദസ്മിത പൂർവം അരുളി ചെയ്താനഥ, എന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ച് എന്നെ കാണാനായി ഇവിടേക്ക് ഉഴറ്റോടെ വരുവാൻ മൂലം അത് ചൊല്ലുക. എന്താ ഭഗവാൻ ഇത്രയും കേട്ടപ്പോൾ മധുരതരം സന്തോഷമായിട്ട്, അതായത് അത്രത്തോളം മധുരം ഉണ്ട് ഭഗവാന്റെ ആ വാക്കിൽ. ഇത്രയും ചതുരാനൻ ഇങ്ങനെ സ്തുതിക്കുമ്പോൾ ഭഗവാൻ നല്ല മധുരതരം പറയുന്നു, വിശദസ്മിതപൂർവം അത്ര നന്നായി പറയാണ് അരുളി ചെയ്തു നാഥ്. എന്ത് ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് എന്നെ കാണാൻ ഇവിടെ കുഴറ്റോടെ വരുവാൻ മൂലം കാരണം എന്താ? ദേവിയുണ്ട്, പൃഥ്വി ഭൂമിദേവി ദുഃഖം പേറിയല്ലേ ഗോരൂപം എടുത്തല്ലേ പോയേക്കുന്നത്. അതായത് ദുഷ്ടന്മാർ രാവണാദികളുടെ ശല്യം കൊണ്ട് നിലവിളിച്ച് ബ്രഹ്മാണ്ടൊക്കെ ചെന്നപ്പോൾ ബ്രഹ്മാവും ദേവന്മാരും ഈ ദേവി ഭൂമിദേവിയും കൂടെ അല്ലേ പാലാഴി ഭഗവാനെ കാണാൻ പോയത്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ സ്തുതിച്ചൊക്കെ വന്നപ്പോൾ ചോദിച്ചു, എന്താ എല്ലാവരും കൂടി എന്നെ കാണാൻ ഇങ്ങനെ ഉഴറ്റോടെ ഇവിടേക്ക് വന്ന കാര്യം പറയൂ എന്നാണ്. എന്താ കാരണം ചോദിക്കുക. എന്നതു കേട്ടു സരസീരുഹ ഭവൻ ഈ വണ്ണ ഉണർത്തിച്ചു. അങ്ങനെ പരമാത്മാവ് കേട്ട് എന്താ പറഞ്ഞ് ഉണർത്തിച്ചത്, എന്താ വന്നതെന്ന് ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, നിന്തിരുവടി തിരുവുള്ളത്തിൽ ഏറാതെ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതു പോറ്റി. അവിടേക്ക് അറിയാത്ത യാതൊന്നുമില്ലല്ലോ, നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലെന്ന് ബ്രഹ്മാവിനറിയാം. കാരണം ഭഗവാൻ അറിയാത്തതായി ഈ ലോകത്ത് ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും അവിടുന്ന് അറിയും. അപ്പോൾ ഇവിടെ ഭൂമിയിൽ ചെല്ലുന്നതൊക്കെ ഭഗവാൻ അറിയാം. എങ്കിലും എന്താ എന്നോട് വന്ന് ചോദിച്ചു. അതുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങ് അറിയാത്ത യാതൊന്നും ഇവിടെ ഇല്ലല്ലോ പോറ്റി. നിന്തിരുവടി തിരുവുള്ളത്തിൽ ഭഗവാന്റെ ഉള്ളത്തിൽ ഏറാതെ അറിയാതെ കണ്ടു എന്തൊരു വസ്തുവാണ് ഇവിടെ ഉള്ളത്, എല്ലാം ഭഗവാൻ അറിയാമല്ലോ. എങ്കിലും ഉണർത്തിക്കാം, എങ്കിലും ഞാൻ പറയാം, ഭഗവാൻ എല്ലാം അറിയാം, എങ്കിലും ഞാൻ ഉണർത്തിക്കാം. 3 ലോകത്തെങ്കിലും സങ്കടം മുഴുത്തിരിക്കുന്നത് ഇക്കാലം നാഥ. ഇവിടെ ഞങ്ങൾ വന്ന കാരണം ഈ 3 ലോകത്തെങ്കിലും സങ്കടം മുഴുത്തിരിക്കുന്നത് ഇക്കാലം, ഈ സമയം വളരെ വളരെ സങ്കടമാണ് ഭഗവാനെ. കൃഷ്ണ നാരായണ കൃഷ്ണ എന്നുള്ളത് പിന്നാണ് കൃഷ്ണൻ അവതരിച്ചത്. എങ്കിലും ശ്രീരാമനും മഹാവിഷ്ണു ആണല്ലോ, അവതാരമാണല്ലോ ഈ കൃഷ്ണനൊക്കെ. ഞാൻ ഓർക്കാതെ അന്ന് നമുക്ക് ഇത് പറയുമ്പോൾ കൃഷ്ണ എന്ന് പറയാം, കാരണം ശ്രീരാമൻ്റെ അവതാരമല്ലേ. പിന്നല്ലേ കൃഷ്ണാവതാരം വന്നു, പിന്നല്ലേ കൃഷ്ണൻ എന്ന് പേര് വന്നത്. എന്നെങ്കിലും ഞാൻ ഓർക്കാനങ്ങ് പറഞ്ഞു പോകും, അത് ക്ഷമിച്ച് കളയാൻ എല്ലാവരും. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഈ അമ്മ കൊള്ളാമല്ലേ, കൃഷ്ണനൊന്നും ഉണ്ടോ എന്ന് ചോദിച്ചേക്കാം. എന്നാലും വേണ്ട, എല്ലാം ഏകമാണല്ലോ. അതുകൊണ്ട് സങ്കടം മുഴുത്തിരിക്കുന്ന ഇക്കാലം ഭഗവാനെ നാരായണ, ഈ 3 ലോകത്തിലും അത്രമാത്രം സങ്കടമാണ്. സമയം ഒരുപാടങ്ങ് പോയോ? എന്നിട്ട് എന്താ പറയുക, നമുക്ക് രണ്ടുപേരുടെ വായിച്ചിട്ട്
നിർത്താം മക്കളെ. അതോ ഇത് മതിയോ? എങ്കിലും ഉണർത്തിക്കാൻ ഇത് വായിച്ചിട്ട് എനിക്ക് ഒട്ടും എനിക്ക് മതി വരുന്നില്ല. അതാണ് എൻ്റെയും ഒരവസ്ഥ. പൗലസ്ത്യ തനയനാം രാവണൻ തന്നാൽ ഇപ്പോൾ ത്രൈലോക്യം നശിച്ചിതു മിക്കതും ജഗൽപതേ. പൗലസ്ത്യന്റെ മകനായിരിക്കുന്ന രാവണൻ ഇവിടെ ഈ മൂന്ന് ലോകത്തിലും നശിപ്പിച്ചിട്ടേക്കാണ് ഭഗവാനെ. മദ്ദത്തവരബലദർപ്പിതനായിട്ട് അതിനിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാം. അയ്യോ, ഈ വരം കൊടുത്തതാരാ? ബ്രഹ്മാവാ. ഈ രാവണനെ ഇങ്ങനെ മുടിപ്പിക്കാനുള്ള ചോദിച്ച വരം മൊത്തം അങ്ങ് കൊടുത്ത് ബ്രഹ്മാവ്. അതുകൊണ്ട് അത് ഞാൻ കൊടുത്ത വരബലം കൊണ്ട് ദർപ്പിതനായിട്ട് അഹങ്കാരിയായിട്ട് നിർദ്ദയം ഒരു ദയയില്ലാതെ ഈ വിശ്വത്തെ എല്ലാം മുടിക്കുന്നു അയ്യോ ഭഗവാനി എന്ന് പറഞ്ഞു. ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞ് അവൻ ഏക ശാസനമാക്കി ചമച്ചു ലോകമെല്ലാം. ഈ ലോകപാലന്മാരെ എല്ലാം, ലോകം പാലിക്കുന്ന ദേവന്മാരെയൊക്കെ തച്ചാട്ടി വായിച്ചു കളഞ്ഞിട്ട് ഏക ശാസനം അവൻ തന്നെ മാത്രം മതി, രാവണനാണ് ഇവിടുത്തെ ദൈവം എന്നുള്ള ഏക ശാസനമാക്കി അങ്ങ് ചമച്ചു ഈ ലോകമെല്ലാം. ഈ ത്രിലോകങ്ങളും അവൻ തന്നെയാണ് ഇവിടുത്തെ ദൈവം, അങ്ങനെ അങ്ങ് ആക്കി ചമച്ചു. പാകശാസനെയും സമരയെ കെട്ടിക്കൊണ്ട് നാഗശാസനവും ചെയ്തിടിനാൻ ദശാനനൻ. പാകശാസനന് വെച്ചാൽ ഇവിടെ ഇന്ദ്രനെയും സമരയെ കെട്ടിക്കൊണ്ട് നാഗശാസനവും, അതായത് സ്വർഗം, നാഗലോകം, സ്വർഗലോകമൊക്കെ ശാസനം ചെയ്തിടാനും ദശാനൻ. അങ്ങനെ ദശാനൻ ഇന്ദ്രനെ കൂടെ അവരെല്ലാം ഓടിച്ചു കളയുകയാണ്. അങ്ങനെ ഈ യാഗാദി കർമ്മങ്ങൾ മുടക്കി അത്ര അല്ല യോഗേന്ദ്രന്മാരാ മുനിമാരെയും ഭക്ഷിക്കുന്നു. മുനിമാർ ചെയ്ത യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ നശിപ്പിച്ചിട്ട് എല്ലാ കർമ്മങ്ങളൊക്കെ മുടക്കിയിട്ട് എന്ത് ചെയ്യുന്നു? യോഗീന്ദ്രന്മാരായ മാമുനിമാരെയൊക്കെ എന്ത് ചെയ്ത് പിടിച്ച് ഭക്ഷിക്കുക, മാംസം ഭക്ഷിക്കുക. മുനിമാരെയൊക്കെ അവൻ അങ്ങനെ ചെയ്യുക. എന്നിട്ട് ധർമ്മപത്നികളെയും പിടിച്ചു കൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞിതു മുടിഞ്ഞു മര്യാദയും. അവിടെയൊക്കെ ധർമ്മപത്നികളെ, മഹർഷിമാരുടെയൊക്കെ ധർമ്മപത്നികളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് ധർമ്മമൊക്കെ അവൻ എന്തൊക്കെ മറിച്ചു വെച്ചു. ഒരു ധർമ്മവുമില്ല, മര്യാദയില്ല. മർത്യനാൽ ഒഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യു എന്നത് മുന്നേ കൽപ്പിതം ജഗൽപതേ. മനുഷ്യനല്ലാതെ ആരാലും അവനെ കൊല്ലാൻ പറ്റത്തില്ലെന്ന് അവൻ നേരത്തെ വരം മേടിച്ചു വെച്ചു. മൃത്യു എന്നത് മുന്നേ കൽപ്പിത. അവന് മനുഷ്യനല്ലാതെ ഒരു മനുഷ്യനെ കൊല്ലാൻ പറ്റും, മനുഷ്യനല്ലാതെ വേറെ ആരാലും അവന് വധിക്കാൻ അവൻ വരം മേടിച്ചില്ല. മനുഷ്യർക്ക് കൊല്ലാം. അതുകൊണ്ടല്ലേ ഭഗവാൻ മനുഷ്യനായിട്ട് തന്നെ വന്നത്. എന്നുവെച്ചാൽ മനുഷ്യർക്ക് അവനെ കൊല്ലാൻ പറ്റത്തില്ലല്ലോ, രാവണൻ അത്ര ശക്തിമാനല്ലേ. അതുകൊണ്ട് അവൻ മനുഷ്യനെ മാത്രമേ കൊല്ലാൻ പറ്റൂ, അല്ലാത്തവർക്ക് ഒന്നും പറ്റത്തില്ല. അവൻ അങ്ങനെ വരം മേടിച്ചത് എന്തിനാണ്? അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ തന്നെ മനുഷ്യനെ അവതരിച്ച് അത്ര ശക്തിയോട് വന്നാൽ മാത്രമേ അവനെ വധിക്കാൻ പറ്റൂ. അതുകൊണ്ട് മർത്യനാൽ ഒഴിഞ്ഞ്, മർത്യനല്ലാതെ മറ്റാരാലുമേ മരണം എന്നത് മുന്നേ കൽപ്പിതമാണ് ജഗൽപതേ. നിന്തിരുവടി തന്നെ മർത്യനായി പിറന്നിനി പങ്കുതി ഗന്ധരൻ തന്നെ കൊല്ലണം ദയാനിധേ. അങ്ങ് തന്നെ അതിനൊരു പോമഴി കൊണ്ടുവന്ന് മർത്യനായി അങ്ങ് തന്നെ ഇവിടെ അവതരിച്ചു വരണം. ഈ പങ്കുതി ഗന്ധരനെ, ഈ പേരെന്തോ, രാവണനെ കൊല്ലണം, അല്ലാതെ നടക്കത്തില്ല. സന്തതം നമസ്കാരം അതിന് മധുരിപോ ചെന്തളിരടിയണ ചിന്തിക്കായി വരേണമേ. പത്മസംഭവനിദ്ധം ഉണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ച് അരുളി ചെയ്താനേവം. നല്ലൊരു ഭാഗമല്ലേ, നമുക്ക് ഇവിടെ നിർത്താം. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്ത് സന്തോഷമായി ചിരിച്ച്. കാരണം ഭഗവാൻ തന്നെ അവതരിച്ചു, അല്ലാതെ നടക്കത്തില്ല ഭഗവാനെ. അതായത് ഭഗവാൻ തന്നെ മർത്യനായി മനുഷ്യനായി വന്ന് പിറന്നേ നടക്കൂ, അല്ലാതെ ആരാലും സാധ്യമല്ല. അതത്രയും കേട്ടപ്പോൾ നമസ്കാരം അതിന് മധുരിപോ ചെന്തളിരടിയണ ചിന്തിക്കായി വരേണമേ. അങ്ങ് ഓർക്കണമേ, ഇത് മനസ്സിലാക്കണമേ, അല്ലാതെ ഇവിടെ രക്ഷയില്ല. അതുകൊണ്ട് അത് കേട്ടപ്പോൾ പത്മസംഭവൻ യുദ്ധം ഉണർത്തിച്ച നേരം പത്മലോചൻ ഭഗവാൻ നാരായണൻ എന്ത് ചെയ്ത് ചിരിച്ച് അരുളി ചെയ്തു. നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരിവും ഹരിവും. ഇന്ന് ഇരുട്ട് വെളുക്കുന്നവരെ വായിച്ചാൽ എനിക്ക് മുഴുക്കൂല മക്കളെ. തൊണ്ടയൊന്നും വയ്യെങ്കിലും ഞാൻ അങ്ങനെ അറിയാതെ ഇരുന്ന് പോകും. എന്തായാലും ഒത്തിരി ഒരു മണിക്കൂർ കഴിഞ്ഞ് എല്ലാവരും വായിക്കണേ. ഹരിവും ഹരിവും ഹരിവും.